എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റജി AR. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രസതന്ത്രവുമായി ബന്ധപ്പെട്ട് ഇതുവരെ PSC ചോദിച്ച കുറച്ചധികം ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളിലേക്ക് നമുക്ക് പോയാലോ? പോകാം. ആദ്യം തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, തൊട്ടടുത്ത് PSC ചോദിച്ച ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ചോദ്യം ഇതാണ്: ഒരു മൂലകത്തിന് W എന്ന അറ്റോമിക ഭാരവും, അറ്റോമിക ഭാരത്തിന് കൊടുത്തേക്കുന്ന ലെറ്റർ W എന്നാണ്. ഒരു മൂലകത്തിന് W എന്ന അറ്റോമിക ഭാരവും N എന്ന അറ്റോമിക സംഖ്യയുമുണ്ട്. അപ്പോൾ W എന്താണുള്ളത്? W എന്ന അറ്റോമിക് വെയിറ്റ് അല്ലെങ്കിൽ അറ്റോമിക ഭാരമാണുള്ളത്. N എന്ന അറ്റോമിക് നമ്പർ ആണുള്ളത്. N എന്ന അറ്റോമിക് നമ്പറും ഉണ്ട്. എന്നാൽ അതിൻ്റെ ആറ്റത്തിലെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? ചോദ്യം വന്നിരിക്കുന്ന എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? അപ്പം ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അറ്റോമിക ഭാരം എന്താണെന്നും അറ്റോമിക നമ്പർ എന്താണെന്നും, അതായത് അറ്റോമിക സംഖ്യ എന്താണെന്നും അറിയാമെങ്കിൽ ഇതിന് ആൻസർ നമുക്ക് പെട്ടെന്ന് കൊടുക്കാം. അറ്റോമിക ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മൂലകത്തിന്റെ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് അറ്റോമിക ഭാരം എന്ന് പറയുന്നത്. എന്നാൽ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിന്റെ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടോണുകളുടെ എണ്ണമാണ് എന്ത്? അറ്റോമിക് നമ്പർ. ഇനി മറ്റൊരു ഡെഫിനിഷൻ കൂടി നമുക്കറിയാം, ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണെന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? അറ്റോമിക സംഖ്യ തന്നെയാണ്. അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് ചോദിച്ചാലും അറ്റോമിക നമ്പർ തന്നെ പറയണം. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാലും എന്ത് തന്നെ പറയണം? അറ്റോമിക് നമ്പർ തന്നെ പറയണം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ്. പ്രോട്ടോണുകളുടെ എണ്ണം ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? അറ്റോമിക സംഖ്യ പറഞ്ഞാൽ മതി. ഇവിടെ അറ്റോമിക സംഖ്യ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? N ആണ് അല്ലെ. ഒരു മൂലകത്തിന് W എന്ന അറ്റോമിക ഭാരവും N എന്ന അറ്റോമിക സംഖ്യയുണ്ട്. അപ്പൊ N എന്ന് പറയുന്നതാണ് അറ്റോമിക സംഖ്യ. അറ്റോമിക സംഖ്യയാണ് പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലായില്ലേ? അപ്പോൾ എളുപ്പമാണ്. അറ്റോമിക സംഖ്യയും അറ്റോമിക ഭാരവും നമുക്ക് നോക്കിയാലോ. അറ്റോമിക സംഖ്യയും അറ്റോമിക ഭാരവും നോക്കാം. നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് അറ്റോമിക നമ്പർ ആദ്യം തന്നെ തന്നിട്ടുണ്ട്. കണ്ടോ, അറ്റോമിക നമ്പർ എന്ന് വെച്ചാൽ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം. കണ്ടോ, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് അറ്റോമിക നമ്പർ എന്ന് വിളിക്കുന്നത്. മറ്റൊരു ഡെഫിനിഷൻ കൂടി നമുക്കറിയാം, ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും എന്ത് തന്നെയാണ്? നമ്മുടെ അറ്റോമിക നമ്പർ തന്നെയാണ്. അപ്പോൾ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് ചോദിച്ചാലോ അല്ലെങ്കിൽ ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ അറ്റോമിക് നമ്പർ ആണ്. ഇനി അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഏത്? Z എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? Z എന്ന് പറയപ്പെടുന്ന ലെറ്റർ ആണ്. ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ നമുക്കറിയാം, നമുക്ക് ഈ മാസ് നമ്പർ എന്താണെന്ന് നോക്കാം. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ എന്ത് വിളിക്കും? മാസ് നമ്പർ എന്ന് വിളിക്കും. മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഏത്? A എന്ന അക്ഷരം. ഓക്കെ ആണ്. Z എന്ന അക്ഷരം അറ്റോമിക് നമ്പർ ആണെങ്കിൽ മാസ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? A എന്ന ലെറ്റർ ആണ്. ഓക്കെ ആണ്. അപ്പോൾ മാസ് നമ്പർ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. മാസ് നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. ഓക്കെ ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. അത് ഒരു ഡെഫിനിഷനാണ്. ഇനി മറ്റൊരു ഡെഫിനിഷനായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. അറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ ഇവിടെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം എന്നുള്ളതിന് പകരം അറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് എഴുതിയാലും എന്ത് തന്നെയാണ്? നമ്മുടെ മാസ് നമ്പർ തന്നെയാണ്. മനസ്സിലായില്ലേ? മാസ് നമ്പർ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷനും നമ്മുടെ പുതിയ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് ഈ ഭാഗം പഠിച്ചോണം. ഇനി അറ്റോമിക് നമ്പറും മാസ് നമ്പറും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിച്ചൂടെ? തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ന്യൂട്രോണുകളുടെ എണ്ണം. അതിന് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം. ശ്രദ്ധിച്ചു വെച്ചോണം. മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം, അതായത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ എന്നാണ് അതിനർത്ഥം. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അതായത്
അതായത് A-Z കേട്ടോ. 3 ഡെഫിനിഷൻസ് ആണ്, അതായത് 3 രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എന്ന്. മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് A-Z. അപ്പോൾ 3 രീതിയിൽ പുതിയ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതിനാൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്ന് കിടക്കാം, നമ്മുടെ ഓപ്ഷനിൽ വന്ന് കിടക്കാം. അതുകൊണ്ട് നന്നായി തന്നെ ശ്രദ്ധിച്ചു വെക്കണം ന്യൂട്രോണുകളുടെ എണ്ണം. നമുക്കൊരു ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടു നോക്കിയാലോ? യെസ്, അപ്പോൾ നമുക്ക് ഒരു മൂലകം തരികയാണ്. നിങ്ങൾക്ക് ഏറെ പരിചയമുള്ള ലിഥിയം എന്ന് പറയപ്പെടുന്ന എലമെന്റ് തരികയാണ്. ആ മൂലകത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതുന്നത് അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ദെൻ അടുത്തത് മുകളിൽ എഴുതുന്നത് എപ്പോഴും മാസ് നമ്പർ ആയിരിക്കും. നമ്മുടെ പുതിയ പാഠപുസ്തകം പ്രകാരം ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് മാസ് നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനും എന്ത് ചെയ്യുന്നു, മാസ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ തന്നെ മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മുകളിൽ എഴുതിയാലും ശരി തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. എന്താണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. നമ്മുടെ ലിഥിയത്തിൽ എത്രയാണ് മാസ് നമ്പർ? മാസ് നമ്പർ 7 ആണ്. അതിൽ നിന്നും അറ്റോമിക് നമ്പർ ആയിട്ടുള്ള 3നെ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അതായത് ന്യൂട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 4 ആണ്. ക്ലിയർ ആയില്ലേ? അതായത് അറ്റോമിക് നമ്പറും പറഞ്ഞു, മാസ് നമ്പറും പറഞ്ഞു, പുതിയ പുസ്തകത്തിൽ മാസ് നമ്പറിനുള്ള 2 ഡെഫിനിഷൻ പറഞ്ഞു. ന്യൂട്രോണുകളുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് നമ്മുടെ പുതിയ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ക്ലിയർ ആയി എന്ന് കരുതുന്നു. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ വളരെ എളുപ്പമുള്ള മറ്റൊരു ചോദ്യമാണ്. ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിൻ്റെ നിറം എന്താണ്? അപ്പം ലിറ്റ്മസ് പേപ്പർ, ആസിഡ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്ന ഭാഗമാണത്. അപ്പോൾ ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ, അമ്ലം എന്ന് പറഞ്ഞാൽ ആസിഡോ, ക്ഷാരമോ എന്ന് പറഞ്ഞാൽ ബേസോ, അല്ലാത്തപ്പോൾ, രണ്ടും അല്ലാത്തപ്പോൾ എന്ന് വെച്ചാൽ ന്യൂട്രൽ ആണ്. അപ്പോൾ അതിൻ്റെ നിറം എന്താണെന്നാണ് നിർവീര്യ അവസ്ഥയിൽ നമ്മുടെ ലിറ്റ്മസ് ലായനിയുടെ നിറം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷനിൽ ചുവപ്പുണ്ട്, നീലയുണ്ട്, പർപ്പിൾ ഉണ്ട്, പച്ചയുണ്ട്. അപ്പോൾ നമുക്ക് ആ ലിറ്റ്മസ് ലായനി ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ പതിഞ്ഞു നിൽക്കും. വേണ്ടേ, നിങ്ങൾക്കിപ്പോൾ കാണാം ഇവിടെ ആസിഡ്, അതുപോലെ ആൽക്കലി, ലിറ്റ്മസ് എന്നിവ കാണാം. ഇവിടെ കാണുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു കറുപ്പ് കളറാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു പർപ്പിൾ കളറാണ്. ഏതാണ്? പർപ്പിൾ കളർ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഉള്ള കളർ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ വരേണ്ട കളർ എന്താണ്? പർപ്പിൾ കളറാണ്. അപ്പോൾ അതാണ്, ഇതാണ് ആസിഡ്, ആൽക്കലി, ലിറ്റ്മസ് എന്നിവ. നമുക്ക് നോക്കാം ഓപ്ഷനിൽ പർപ്പിൾ ഉണ്ടോ എന്ന്. യെസ്, തീർച്ചയായിട്ടും ഇവിടെ പർപ്പിൾ ഉണ്ട്. പർപ്പിളാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ പർപ്പിൾ കളർ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? യെസ്, നമ്മൾ കണ്ടുപഠിച്ചുകൊണ്ട് നിങ്ങൾ മറക്കില്ല എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. അക്വാ റീജിയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം? അക്വാ റീജിയ അറിയാം, PSCക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ടോപ്പിക്കുകളിൽ ഒന്നാണ് ഇത് അക്വാ റീജിയ. ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷകൾക്കും നിരന്തരമായി വരുന്ന മേഖലയാണ് അക്വാ റീജിയ. അതിനെ രാജകീയ വെള്ളം അല്ലെങ്കിൽ രാജകീയ ജലം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ഒന്ന്, സ്വർണത്തെ ലയിപ്പിക്കാനുള്ള കഴിവ്. പിന്നെ മഞ്ഞ നിറമുള്ള ദ്രാവകം. മഞ്ഞ നിറമുള്ള ദ്രാവകമാവാൻ ചാൻസ് ഇല്ല, നമുക്കറിയാം മഞ്ഞ നിറമുള്ള വേറെയും ദ്രാവകങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവയെ എന്ത് വിളിക്കുന്നില്ല? രാജകീയ ജലം എന്ന് വിളിക്കുന്നില്ല എന്നൊരു ചോദ്യം വരാം. അടുത്തത്, രാജകീയ ആസിഡ് അതിൽ അടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് അടങ്ങിയ മറ്റു രാജകീയ ആസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡുകളുടെ രാജാവിനെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ അക്വാ റീജിയയിൽ അടങ്ങിയിട്ടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ മഞ്ഞ നിറവും വരാൻ ചാൻസ് ഇല്ല. രാജകീയ ആസിഡ് അതിൽ അടങ്ങിയിരിക്കുന്നു പറയുമ്പോൾ ആസിഡുകളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ് അക്വാ റീജിയയിൽ അടങ്ങിയിരിക്കുന്നില്ല എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഇനി അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ അനുപാതം 3:1 ആണ്. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ അനുപാതം 3:1 ആണ്. 3:1 റേഷ്യോയില് നിർമ്മിച്ചത് കൊണ്ടായിരിക്കും അതിനെ രാജകീയ ജലം എന്ന് വിളിക്കുക? ചാൻസ് ഇല്ല. പക്ഷെ മറ്റുള്ള ഒരു കോമ്പൗണ്ടിനും മറ്റുള്ള ഒരു ദ്രാവകത്തിനും ചെയ്യാൻ കഴിയാത്ത എന്തോ ഒന്ന് ചെയ്യുന്നത് കൊണ്ടാവണമല്ലോ അക്വാ റീജിയെ രാജകീയ ജലം എന്ന് വിളിക്കുക? അതെ, കാരണമുണ്ട്. മറ്റൊരു ജലത്തിന് പോലും നമ്മൾ ഉപയോഗിക്കുന്ന ജലത്തിന് പോലും അല്ലെങ്കിൽ മറ്റൊന്നിനും കഴിയാത്ത ഒരു കാര്യം പുള്ളി ചെയ്യുന്നുണ്ട്. സ്വർണത്തെ ലയിപ്പിക്കാനുള്ള കഴിവ്. മറ്റാർക്കും സാധിക്കാത്ത ഒരു കാര്യങ്ങളിലൊന്നല്ലേ സ്വർണത്തെ പൂർണ്ണമായും ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? അക്വാ റീജിയയ്ക്കുണ്ട് അല്ലേ? യെസ്, അതുകൊണ്ടാണ് അക്വാ റീജിയ നമ്മൾ രാജകീയ റോയൽ ലിക്വിഡ്, രാജകീയ ദ്രാവകം അല്ലെങ്കിൽ റോയൽ വാട്ടർ, രാജകീയ ജലം എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ തീർച്ചയായും നമുക്ക് ഈ പോയിന്റൂടെ കളയാം. അതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടും ആൻസർ. എന്ത്? അക്വാ റീജിയ രാജകീയ ജലം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്ത് തന്നെയാണ്? സ്വർണത്തെ ലയിപ്പിക്കാനുള്ള കഴിവാണ്. സ്വർണത്തെ ലയിപ്പിക്കാനുള്ള കഴിവാണ് കേട്ടോ. മറ്റ്
ദ്രാവകങ്ങളൊന്നും തന്നെ ചെയ്യാത്ത കാര്യം നമ്മുടെ അക്വാ റീജിയ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? രാജകീയ ജലം. അപ്പോൾ സ്വർണത്തെ ലയിപ്പിക്കാനുള്ള കഴിവ് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. അത് എളുപ്പമുള്ള ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക. അടുത്ത ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക. പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ എന്ന ഭാഗം നന്നായി പഠിച്ചാൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. കാരണം പീരിയോഡിക് ടേബിളിലുള്ള മൂലകങ്ങളെ ശരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിക്കണം. അല്ലെ ഏതൊക്കെയാണ് ലോഹങ്ങൾ, ഏതൊക്കെയാണ് അലോഹങ്ങൾ, ഏതൊക്കെയാണ് ഉപലോഹങ്ങൾ, അല്ലെ വാതകങ്ങൾ ഏതൊക്കെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി പഠിച്ചു വെച്ചാൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യം. നമുക്ക് നോക്കാം. അലോഹങ്ങൾ, നോൺ മെറ്റൽസിനെ തിരിച്ചറിയണം. ഇവിടെ ഓപ്ഷൻസ് വായിക്കാം. ഇവിടെ സോഡിയവും മഗ്നീഷ്യവും ഉണ്ട് ഓപ്ഷൻ എയിൽ. ഓപ്ഷൻ ബിയിൽ കാർബണും നൈട്രജനും. കണ്ടോ, സിമ്പൽ ആണ് തന്നിരിക്കുന്നത്. അടുത്തത് സിമ്പൽ കണ്ടാൽ എലമെന്റ്സിനെ തിരിച്ചറിയണം. ഓക്കെ, ഓപ്ഷൻ സിയിലേക്ക് വരുന്നു. സിലിക്കണും ജെർമേനിയവും ഉണ്ട്. അതിനുശേഷം നമുക്ക് ബേരിയവും റേഡിയവും ഓപ്ഷൻ ഡിയിൽ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും ഉപലോഹങ്ങളും ഒക്കെ അറിയാമെങ്കിൽ ആൻസറിലേക്ക് വരാൻ സാധിക്കും. നമുക്കറിയാം സോഡിയവും മഗ്നീഷ്യവും. സോഡിയം ഒരു ആൽക്കലി ലോഹമാണ്, അപ്പൊ അത് അലോഹമല്ല എന്ന് മനസ്സിലായി. മഗ്നീഷ്യം എന്താണ്? ഒരു ആൽക്കലൈൻ എർത്ത് ലോഹമാണ്. അതായത് സോഡിയം ആൽക്കലി ലോഹം, ഒന്നാം ഗ്രൂപ്പ് മൂലകമാണ്. മഗ്നീഷ്യം ആൽക്കലൈൻ എർത്ത് ലോഹമാണ്, അതായത് രണ്ടാം ഗ്രൂപ്പ് മൂലകമാണ്. അപ്പൊ ആദ്യത്തെ രണ്ടുപേരും ലോഹങ്ങളാണ്, അപ്പൊ അലോഹമല്ല എന്ന് അത് മനസ്സിലാക്കി. അപ്പൊ ഓപ്ഷൻ എ നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഇവിടെ കിടക്കുന്നതിനകത്ത് നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് ഒന്ന് വരാം. സിലിക്കണും ജെർമേനിയവും. നമുക്കറിയാം സിലിക്കണും ജെർമേനിയവും എന്താണ്? ഉപലോഹങ്ങളാണ്. ഉപലോഹങ്ങളാണ്. ഉപലോഹങ്ങളെ നമ്മൾ അലോഹങ്ങളുടെ കാറ്റഗറിയിൽ വരില്ല. നമുക്ക് പ്രത്യേകം കാറ്റഗറി ഉണ്ട് ഉപലോഹങ്ങൾ. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം ഒരുമിച്ച് കാണിക്കുന്ന മൂലകങ്ങളെയാണ് നമ്മൾ ഉപലോഹങ്ങൾ എന്ന് വിളിക്കുക. ഉപലോഹങ്ങളുടെ കാറ്റഗറിയിലാണ് സിലിക്കണും ജെർമേനിയവും വരാറുള്ളത്. ഇനി അടുത്ത ഓപ്ഷൻ ഡിയിലേക്ക് വരാം. ബേരിയവും റേഡിയവും. നമുക്കറിയാം ബേരിയവും റേഡിയവും പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ വരുന്നതുകൊണ്ട് അവ ലോഹങ്ങളാണ്, അതുകൊണ്ട് അലോഹങ്ങളുടെ കാറ്റഗറിയിൽ വരില്ല. അപ്പോൾ നമുക്ക് എന്താ അലോഹങ്ങളെ കിട്ടിക്കഴിഞ്ഞു. ആരൊക്കെയാണ്? കാർബണും നൈട്രജനുമാണ് നമ്മുടെ ഇവിടുത്തെ അലോഹങ്ങൾ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയാൻ പറഞ്ഞാൽ കാർബൺ ഒരു അലോഹമാണ്, നൈട്രജൻ മറ്റൊരു അലോഹമാണ്. നമുക്ക് അലോഹങ്ങളെ ഒന്ന് നോക്കിയാലോ? നോക്കാം. നമുക്കൊരു പീരിയോഡിക് ടേബിൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം ഒരു ലൈറ്റ് മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ അലോഹങ്ങൾ. വളരെ കുറച്ച് പേര് മാത്രമേ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ പൂർണ്ണമായിട്ടും അലോഹങ്ങളായിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ ആള് ഹൈഡ്രജൻ തന്നെയാണ്, ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ നമുക്ക് കാർബൺ ഉണ്ട്, നൈട്രജൻ, ഓക്സിജൻ. ഓക്കെ, ദെൻ ഫോസ്ഫറസ്, സൾഫർ, സെലീനിയം. ഇത്രയും പേരും എന്താണ്? അലോഹങ്ങളാണ്. പിന്നെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇത്രയും പേരും എന്താണ്? പൂർണ്ണമായും അലോഹങ്ങളാണ്. അടുത്ത ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ. ഇവരെല്ലാം നമ്മൾ എന്തായിട്ടാണ് കാണുന്നത്? അലോഹങ്ങളാണ്. പൂർണ്ണമായും അലോഹങ്ങളായിട്ടുള്ളവയെ മാത്രമാണ് നമ്മൾ എടുത്തെഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും പേരെയും എന്ത് ചെയ്തിരിക്കണം? നല്ല രീതിയിൽ ഓർത്ത് വെച്ചിരിക്കണം. ഇവയെല്ലാം തന്നെ എന്താണ്? അലോഹങ്ങളാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, അതുപോലെ തന്നെ നമ്മുടെ ഹാലോജൻസും 18ാമത്തെ ഗ്രൂപ്പിലുള്ള നോബിൾ ഗ്യാസസിനെയുമാണ് ഏറെ ചോദിക്കാൻ ചാൻസ് കൂടുതൽ. നന്നായിട്ട് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അലോഹങ്ങൾ എന്ന് പറയപ്പെടുന്ന ഭാഗം. അപ്പൊ അലോഹങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം, തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആസിഡിൽ നിന്നുള്ള അടുത്ത ചോദ്യമാണ്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? വളരെ എളുപ്പമുള്ള മറ്റൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. മാലിക് ആസിഡ്, സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ടാനിക് ആസിഡ്. എല്ലാ ആസിഡുകളെയും നമുക്ക് നല്ല പരിചയമാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഡയറക്റ്റ് ആൻസർ ആണ് ലാക്റ്റിക് ആസിഡ്. ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. മാലിക് ആസിഡ് നമുക്ക് പരിചയമില്ലേ? ഉണ്ട്. മാലിക് ആസിഡ് എവിടെ കാണപ്പെടുന്നത്? ആപ്പിളില് കാണപ്പെടുന്നു. ആപ്പിളില് കാണപ്പെടുന്ന ആസിഡ് ഏതാന്ന് ചോദിച്ചാൽ ഏത് വേണം പറയാൻ? നമ്മുടെ മാലിക് ആസിഡ് വേണം പറയാൻ. സിട്രിക് ആസിഡ് നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ എന്തടങ്ങിയിരിക്കുന്നു? സിട്രിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. നാരങ്ങയിലും ഓറഞ്ചിലും ഒരു തവണ PSC ചോദിച്ചിട്ടുണ്ട് ചെറുനാരങ്ങയിലെ ആസിഡ് ഏതാണെന്ന്. നാരങ്ങ ആയാലും ചെറുനാരങ്ങ ആയാലും എല്ലാം ഏത് തന്നെയാണ്? സിട്രിക് ആസിഡ് തന്നെയാണ്. മറ്റു ടാനിക് ആസിഡ്. ടാനിക് ആസിഡ് നമ്മുടെ തേയിലയിൽ കാണപ്പെടുന്ന ആസിഡ് ആണ്. ഏത്? ടാനിക് ആസിഡ്. തേയിലയിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ടാനിക് ആസിഡ് ആണ്. മഹാഗണി,
ഓക്ക് തുടങ്ങിയ വൃക്ഷങ്ങളുടെ തൊലിയിൽ കാണപ്പെടുന്ന ആസിഡ് ചോദിച്ചാലും ഏതാണ്? ടാനിക് ആസിഡ് ആണ്. മഷിയൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ടാനിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുമുണ്ട്, ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആസിഡുകളുടെ കാര്യം. ഇനി അടുത്ത മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഏറ്റവും ശക്തമായ ഇലക്ട്രോണിക് ഘടകം ഏത് എന്നാണ് ചോദ്യം. നമുക്കറിയാം ചോദ്യം വന്നിരിക്കുന്നത് അലോട്രോപ്സ്, അതായത് രൂപാന്തരങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നാണ്. അതായത് വജ്രം ഓപ്ഷനിലുണ്ട്, ഗ്രാഫീൻ ഓപ്ഷനിലുണ്ട്, ഗ്രാഫൈറ്റ് ഓപ്ഷനിലുണ്ട്, കൽക്കരി ഓപ്ഷനിലുണ്ട്. ഓക്കെയാണ്. അപ്പൊ ഇതിൽ നിന്നും ഏറ്റവും ശക്തമായതാണ് കണ്ടുപിടിക്കേണ്ടത്. വജ്രത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വജ്രത്തിൽ കൂടെ വൈദ്യുതി കടന്നു പോവോ? ഇല്ല, വൈദ്യുതിയുടെ ചാലകമേ അല്ല വജ്രം. അപ്പൊ വജ്രത്തെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, വൈദ്യുതിയുടെ ചാലകമല്ല എന്ന് മനസ്സിലായി. ഇനി ഇവിടെ നിന്നും ഡയറക്റ്റ് ആൻസറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്കറിയാം ഗ്രാഫീനും ഗ്രാഫൈറ്റും ഒക്കെ വൈദ്യുത ചാലകങ്ങളാണ്. അതിൽ ഏറ്റവും ശക്തമായ ഇലക്ട്രോണിക് ഘടകം ഏത് തന്നെയാണ്? ഗ്രാഫൈറ്റ് ആണ്. ഏറ്റവും ശക്തമായ ഇലക്ട്രോണിക് ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റിനെ നമുക്കറിയാം നമ്മുടെ ഡ്രൈ സെല്ലുകളിൽ ഇലക്ട്രോലൈറ്റായി നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? ഗ്രാഫൈറ്റിനെ യൂസ് ചെയ്യുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഗ്രാഫൈറ്റ് നല്ല രീതിയിൽ ഓർത്ത് വെച്ചിരിക്കുക. ഏറ്റവും ശക്തമായ ഇലക്ട്രോണിക് ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്രാഫൈറ്റ് ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായി ചോദിക്കുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ് PSCയുടേത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം ചോദ്യം എന്താണെന്ന്. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ രാസപ്രവർത്തനം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇവിടെയാണ് ചോദ്യം കിടക്കുന്നത്. വരാവുന്നത്. അപ്പൊ ശരിയായ ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. എന്തൊക്കെ തമ്മിലാണ് പ്രവർത്തിക്കുന്നത്? വിനാഗിരി ബേക്കിംഗ് സോഡ ഇവയുമായിട്ട് പ്രവർത്തിക്കുകയാണ്. വിനാഗിരി എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇത് പല ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. സംയുക്തങ്ങൾ എന്ന ഭാഗം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആസിഡ് എന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, രാസപ്രവർത്തനം എന്ന ഭാഗമുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താണെന്ന് നോക്കാം. നമുക്ക് വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ തീ പിടിക്കുന്ന വാതകമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനിലായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? തീ പിടിക്കുന്ന വാതകമാണ് അവിടെ ഉണ്ടാവുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റടിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന വാതകമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇത് തീ കെടുത്തുന്ന വാതകമാണ്, തീ കെടുത്തുന്ന വാതകമാണ് കൊടുത്തിട്ടുണ്ട്. ഇത് രൂക്ഷഗന്ധമുള്ള വാതകമാണ്. അപ്പൊ ഏതാണ് വാതകം എന്നൊരു ചിന്ത വന്നില്ലേ? നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ആസിഡ്, നമുക്കറിയാം പഠിച്ചിട്ടുണ്ട്, നമ്മൾ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ആസിഡോ ഏതെങ്കിലും ഒരു കാർബണേറ്റോ തമ്മിൽ പ്രവർത്തിച്ചാൽ സ്വതന്ത്രമാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. നിത്യജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു ആസിഡോ ഏതെങ്കിലും ഒരു കാർബണേറ്റോ തമ്മിൽ പ്രവർത്തിച്ചാൽ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. നമുക്ക് നോക്കാം ഇവിടെ തന്നിരിക്കുന്ന ആസിഡ് ഉണ്ടോ എന്ന്. യെസ്, വിനാഗിരി ഒരു ആസിഡ് ആണ്. വിനാഗിരിയിൽ 3 to 7% ആരടങ്ങിയിട്ടുണ്ട്? അസറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഇവിടെ ആസിഡ് ഉണ്ട്. ഇനി ബേക്കിംഗ് സോഡ രാസപരമായിട്ട് എന്താണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ്. NaHCO3 എന്ന് വിളിക്കുന്ന സോഡിയം ബൈകാർബണേറ്റ് ആണ്. അപ്പൊ ആസിഡും കാർബണേറ്റും ആണല്ലോ. തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് പഠിച്ചു കഴിഞ്ഞു. കാർബൺ ഡയോക്സൈഡ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഇനി ഒന്നുകൂടെ വായിച്ചു നോക്കാം. തീ പിടിപ്പിക്കുന്ന വാതകമാണ്, ചാൻസ് ഇല്ല. കാർബൺ ഡയോക്സൈഡ് തീ പിടിപ്പിക്കുന്ന വാതകമല്ല, തീ പിടിക്കാൻ സഹായിക്കുന്ന ഓക്സിജൻ ആണെന്ന് അറിയാം. ഇനി വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റടിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന വാതകമാണ്. വാഹനങ്ങളുടെ ടയറുകൾ നമുക്കറിയാം നൈട്രജൻ ഫില്ലിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ നൈട്രജൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി തീ കെടുത്തുന്ന വാതകമാണ്. തീർച്ചയായിട്ടും കാർബൺ ഡയോക്സൈഡ് എന്ന് പറയപ്പെടുന്ന വാതകം തീ കെടുത്തുന്ന വാതകമാണ് എന്ന് നമുക്കറിയാം. ഇത് രൂക്ഷഗന്ധമുള്ള വാതകം അല്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് വായിച്ചപ്പോൾ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലെ. എന്താണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. തീ കെടുത്തുന്ന വാതകമാണ് ഏത്? നമ്മുടെ കാർബൺ ഡയോക്സൈഡ്. ഓക്കെ ആണ്. നമുക്ക് പാഠപുസ്തകത്തിലേക്ക് ഒന്ന് നോക്കിയാലോ? യെസ്, നോക്കാം. പാഠപുസ്തകത്തിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. കാർബണേറ്റ് എന്നൊരു ഹെഡിങ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചോളുക. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ. ശ്രദ്ധിച്ചു വെച്ചോളൂ. ഇനിയും ചോദ്യമുണ്ട്. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ കാൽഷ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. അവിടെ ഒരു കാർബണേറ്റ് കണ്ടോ? കാൽഷ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. ദെൻ ആസിഡുകൾ കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വാതകം ഉണ്ടാകും. കണ്ടോ? ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും. ഓക്കെ ആണ്. കാർബൺ ഡയോക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ്.
ഈ വേർഡാണ് പാഠപുസ്തകം PSC എന്ത് ചെയ്തിരിക്കുന്നത്, ഇതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്. നമ്മുടെ പാഠപുസ്തകം നല്ല രീതിയിൽ വായിച്ചു നോക്കുക. ഒന്നുകൂടെ പറഞ്ഞേക്കാം, ആസിഡുകൾ കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നേ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് തീ കെടുത്തുന്ന വാതകമാണ്. ക്ലിയർ ആയില്ലേ? യെസ്, ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരൊക്കെ തമ്മിലുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്? ധാതുക്കൾ, അയിരുകൾ എന്നിവയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അപ്പൊ നമുക്ക് ധാതുക്കളെയും അയിരുകളെയും നന്നായി അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നോക്കാം. എല്ലാ ധാതുക്കളും അയിരുകളാണ്. എല്ലാ ധാതുക്കളും അയിരുകളാണ്. എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളല്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അടുത്തത്, ധാതുക്കൾ എല്ലായ്പ്പോഴും അവയുടെ ശുദ്ധമായ രൂപത്തിൽ കാണപ്പെടുന്നു. അടുത്ത, അയിരുകൾ എല്ലായ്പ്പോഴും ലോഹമല്ല. അയിരുകൾ എല്ലായ്പ്പോഴും എന്തല്ല, ലോഹമല്ല. ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇത് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ് എന്ന് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. നമുക്ക് ആ പാഠപുസ്തകം നോക്കിയാലോ? ദാ നോക്കാം. ഇത് കണ്ട, നമുക്ക് ലോഹം വേർതിരിച്ച്, ഇതാണ് ഇവിടെ തൊട്ട് നമുക്ക് തുടങ്ങാണ്. കുറെ അധികം ധാതുക്കളെ എല്ലാം തന്നിട്ടുണ്ട് പാഠപുസ്തകത്തിൽ. നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം? ധാതുക്കളുടെ പ്രത്യേകതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ധാതു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ലോഹത്തിന്റെ അംശമുള്ള പദാർത്ഥങ്ങളെയും സംയുക്തങ്ങളെയും എല്ലാം പൊതുവിൽ നമ്മൾ വിളിക്കുന്ന പേരെന്താന്ന് ചോദിച്ചാൽ എന്താണ്? ധാതു എന്നാണ്. ധാതുക്കൾ പ്രധാനമായും 2 വിധമുണ്ട്. ലോഹധാതുക്കളും ഉണ്ട്, അലോഹ ധാതുക്കളുമുണ്ട്. നമുക്ക് ഇവിടെ ആവശ്യം ലോഹധാതുക്കളെയാണ്. നമ്മുടെ കയ്യിൽ ധാതുക്കൾ ഇരിക്കുകയാണ്. ഈ ധാതുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും സുലഭമായി ഇരിക്കണം, ഏറ്റവും സുലഭമായി ലഭിക്കുന്നത് ഏതാണെന്ന് നോക്കണം. രണ്ടാമത്, എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ വേർതിരിച്ച് എടുക്കാവുന്നതാവണം. നമ്മുടെ കയ്യിലിരിക്കുന്ന ധാതുവിൽ നിന്ന് എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ആരെ വേർതിരിച്ചെടുക്കണം? ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയണം. പിന്നെ ലോഹത്തിന്റെ അംശം കൂടിയിരിക്കണം. ലോഹത്തിന്റെ അംശം എന്തായിരിക്കണം? കൂടിയിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് പാലിക്കുന്ന ഏതൊരു ധാതുവിനെയും നമുക്ക് എന്ത് വിളിക്കാം? അയിര് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? അയിര് എന്ന് വിളിക്കാം. അതായത് ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കണം? അയിര് എന്ന് വിളിക്കണം. എന്ത് വിളിക്കണം? അയിര് എന്ന് വിളിക്കണം. ഇങ്ങനെ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഞാൻ പറയാം, ശ്രദ്ധിച്ചോളുക. നമുക്ക് അലുമിനിയത്തെ പരിചയമുണ്ട്. അലുമിനിയത്തെ പരിചയമുണ്ടല്ലോ. അലുമിനിയത്തിന്റെ കുറച്ചധികം ധാതുക്കളുടെ പേര് ഞാൻ പറയാം, നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. ഒന്ന് ബോക്സൈറ്റ് ആണ്. ഒന്നേതാണ്? ബോക്സൈറ്റ്. പരിചയമുണ്ടല്ലോ ബോക്സൈറ്റിനെ. ബോർഡിൽ കിടപ്പുണ്ട് അല്ലെ? ബോക്സൈറ്റിനെ പരിചയമുണ്ട്. ഇതാണ് ഇവിടെ കാണാൻ സാധിക്കും. ബോക്സൈറ്റ് മാത്രമല്ല, നമുക്ക് പരിചയമുള്ള മറ്റൊന്നാണ് കൊറണ്ടം. പരിചയമുണ്ടല്ലോ കൊറണ്ടം. കൊറണ്ടത്തെ പരിചയമുണ്ട്. അതുപോലെ പരിചയമുള്ള ഒന്നാണ് ക്രയോലൈറ്റ്. പരിചയം കാണും, ക്രയോലൈറ്റ്. ഓക്കെ. അതുപോലെ പരിചയമുള്ള ഒന്നാണ് അലുനൈറ്റ്. അലുനൈറ്റ്. ഇത്രയും പേരെ നമുക്ക് നല്ല പരിചയമുണ്ട്. വേറൊരാളാണ് കയോലിനൈറ്റ്. എന്താ പേര്? കയോലിനൈറ്റ്. പേര് പഠിച്ചു വെച്ചോണേ, കയോലിനൈറ്റ്. ഇത്രയും പേരെ എടുക്കാം. ഇത്രയും പേരും അലൂമിനിയത്തിന്റെ എന്താണ്? ധാതുക്കളാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന അലൂമിനിയത്തിന്റെ ധാതുക്കളാണ് ബോക്സൈറ്റ്, കൊറണ്ടം, കയോലിനൈറ്റ്, അലുനൈറ്റ്. അതെല്ലാം തന്നെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നവയാണ്. ഇനി നമുക്കറിയാം ഇതെല്ലാം ധാതുക്കളാണ് അലൂമിനിയത്തിൻ്റെത്. ഇതിൽ നിന്ന് 3 കണ്ടീഷൻസ് പാലിക്കുന്നവരെ മാത്രമേ നമ്മൾ അയിര് എന്ന് വിളിക്കത്തുള്ളൂ. ഏതൊക്കെ കണ്ടീഷൻസ് ആണ് പാലിക്കേണ്ടത്? ഒന്ന്, ഈ ധാതുക്കളിൽ സുലഭമായി ലഭിക്കുന്ന ഏതാണെന്ന് നോക്കണം. ഏറ്റവും സുലഭമായി ലഭിക്കുന്ന അലൂമിനിയത്തിന്റെ ധാതു അത് ബോക്സൈറ്റ് ആണ്. ഇനി അടുത്തത്, എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയണം. എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും അലൂമിനിയത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് ബോക്സൈറ്റിൽ നിന്നാണ്. അടുത്തത്, ലോഹത്തിന്റെ അംശം കൂടിയിരിക്കണം. ഈ തന്നിരിക്കുന്നവയില് അലൂമിനിയത്തിന്റെ അംശം ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അലൂമിനിയത്തിന്റെ അയിരായിട്ട് ആരെ വിളിക്കാൻ സാധിക്കും? ബോക്സൈറ്റ്. ബോക്സൈറ്റിനെ മാത്രം നമ്മൾ എന്ത് വിളിക്കുന്നു? അലൂമിനിയത്തിന്റെ അയിര് എന്ന് വിളിക്കുകയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ പഠിച്ചിരിക്കുകയാണ്. ഈ എല്ലാ ധാതുവിനെയും ഞാൻ അയിരെന്ന് വിളിച്ചോ? ഇല്ല. അപ്പൊ എല്ലാ ധാതുക്കളും എന്തല്ല?
അയിരുകളല്ല. എന്നാൽ ഇതിലെ എല്ലാവരെയും കൂടെ ഈ 5 പേരെയും കൂടെ ഞാൻ എന്താ വിളിച്ചത്? ധാതു എന്ന് വ്യക്തമായിട്ട് വിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ അയിരും എന്ത് തന്നെയാണ്? ധാതു കൂടിയാണ്. അപ്പൊ എല്ലാ അയിരുകളും എന്താണ്? ധാതുവാണ്. എന്നാൽ എല്ലാ ധാതുവിനെയും കയറി എന്ത് വിളിക്കാൻ പറ്റത്തില്ല? അയിര് എന്ന് വിളിക്കാൻ സാധ്യമല്ല. ഓക്കെ ആണ്? എന്താണ്? ശ്രദ്ധിച്ചോളാ. എല്ലാ അയിരുകളും ഇവിടെ നിന്നാണ് ചോദ്യം. എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. എല്ലാ അയിരും എന്തും കൂടിയാണ്? ധാതു കൂടിയാണ്. എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളാണോ? എല്ലാ ധാതുക്കളെയും കയറി നമ്മൾ അയിരുകളെന്ന് വിളിച്ചോ? ഇല്ല. അപ്പൊ എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. ഈ ഒരു കാര്യം അറിയണം നമുക്ക് ആദ്യം തന്നെ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. എല്ലാ ധാതുക്കളും അയിരുകളാണ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം എല്ലാ അയിരുകളും ധാതുക്കളല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. തിരിച്ചു കൊടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എല്ലാ അയിരുകളും ധാതുക്കൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഇനി ധാതുക്കൾ എല്ലായ്പ്പോഴും അവയുടെ ശുദ്ധമായ രൂപത്തിൽ കാണപ്പെടുന്നു. നമുക്കറിയാം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അശുദ്ധമായ രൂപത്തിലാണ് നമുക്ക് ലഭിക്കുക. അതിൽ നിന്ന് നമ്മൾ എളുപ്പത്തിലും വേഗത്തിലും എല്ലാം എന്ത് ചെയ്യണം? ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹത്തെ ശുദ്ധമായിട്ട് വേർതിരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ധാതുക്കൾ എപ്പോഴും ശുദ്ധമായ രൂപത്തിലാണോ കാണപ്പെടുന്നത്? ധാതുക്കൾ ഒരിക്കലും ശുദ്ധമായ രൂപത്തിൽ കാണപ്പെടുന്നില്ല. ഇനി അയിരുകൾ എല്ലായ്പ്പോഴും ലോഹമല്ല. അയിരുകളിൽ നിന്നല്ലേ നമ്മൾ ലോഹത്തെ വേർതിരിച്ചെടുക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇനി അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. തീർച്ചയായും നമ്മൾ പഠിച്ചു അയിരുകളിൽ എന്താണ്? അതത് ലോഹം ഏറ്റവും ഉയർന്ന സാന്ദ്രതയിൽ എന്ത് ചെയ്തിരിക്കുന്നു? അടങ്ങിയിരിക്കുന്നു. കണ്ടോ? ലോഹത്തിന്റെ അംശം എന്ത് ചെയ്തിരിക്കണം? കൂടിയിരിക്കണം. പഠിച്ചു. ലോഹത്തിന്റെ അംശം എന്ത് ചെയ്തിരിക്കണം? കൂടിയിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ ആണ്? അപ്പൊ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായ പ്രസ്താവന. ഓക്കെയാണ്? അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിവുണ്ടെങ്കിൽ മാത്രമേ ആ ഭാഗത്ത് നിന്ന് ചോദ്യം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. നല്ല രീതിയിൽ ഈ ഭാഗം പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ല, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? അപ്പോൾ ലിഥിയം ഓപ്ഷനിലുണ്ട്, ടങ്സ്റ്റൺ, ഗാലിയം, ഓസ്മിയം. നമുക്കറിയാം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സാന്ദ്രതയാണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം എപ്പോഴും അത് ഓസ്മിയമാണ്. ഏറ്റവും കുറവ് ലിഥിയത്തിനുമാണ്. ഓർത്ത് വെച്ചിരിക്കാൻ മറക്കല്ല. സാന്ദ്രത ഏറ്റവും കൂടിയത് ഓസ്മിയമാണ്. സാന്ദ്രത കുറഞ്ഞ ആരാണ്? ലിഥിയമാണ്. ഇതേപോലെ ആരെയും പഠിച്ചു വെക്കാം. ഭാരം ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ ഓസ്മിയമാണ്. ഭാരം കുറഞ്ഞ ലോഹം ചോദിച്ചാൽ ലിഥിയമാണ്. ഒരുമിച്ച് പഠിച്ചോ. ഭാരവും സാന്ദ്രതയും ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയമാണ്. ഭാരവും സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ ലോഹം ആരാണ്? ലിഥിയമാണ്. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഡയറക്റ്റ് ആൻസർ ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ. ഇവിടെ കൂടിയ എന്നാണ് ചോദിച്ചത്. അപ്പൊ ആൻസർ ഏതാണ്? ഓസ്മിയമാണ്. കുറഞ്ഞ ആളും കണ്ടോ ആദ്യം തന്നെ ഓപ്ഷനിൽ കിടപ്പുണ്ട്. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് കിടക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ നമുക്ക് ടങ്സ്റ്റനെയും ഗാലിയത്തെയൊക്കെ വരുന്ന വഴി പരിചയപ്പെടാം. എല്ലാ ലോഹങ്ങളെയും പരിചയമുണ്ട്. പോവാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പൊ പരിചയപ്പെട്ട ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. റീഗൽ വാട്ടർ. കണ്ടോ? റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നത് ഏതാണ്? അപ്പൊ റീഗൽ വാട്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ റോയൽ വാട്ടർ എന്നായിരിക്കണം PSC ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? അല്ലെങ്കിൽ റോയൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് തന്നിരിക്കുന്നത് നോക്കുക. നമുക്കറിയാം നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ സിങ്ക് ക്ലോറൈഡും ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡും തന്നിട്ടുണ്ട്. ഓപ്ഷൻ സിയിൽ ഗാഢ നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡിയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും അസറ്റിക് ആസിഡുമാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ആൻസറിലേക്ക് വരാം. ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അക്വാ റീജിയ ആണ് റോയൽ വാട്ടർ എന്നറിയപ്പെടുന്നത്. റോയൽ വാട്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? അക്വാ റീജിയ. അക്വാ റീജിയയിൽ ഏതൊക്കെ ആസിഡുകളാണ് അടങ്ങിയിട്ടുള്ളത്? നമ്മൾ ആസിഡുകളെ കുറിച്ച് പറഞ്ഞിരുന്നില്ല അല്ലെ? ആസിഡുകളിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും HNO3, അതായത് നൈട്രിക് ആസിഡ്. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. നൈട്രിക് ആസിഡ് ഉള്ള ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ. അവിടുന്ന് തന്നെ നമ്മൾ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞു.
പിന്നെ ആരുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. റേഷ്യോ കൂടി പഠിച്ചു വെച്ചേക്കുക. നമുക്കറിയാം നൈട്രിക് ആസിഡിന്റെ ഭാഗത്താണ് 3 വരേണ്ടത്, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഭാഗത്ത് എന്താണ് 1 ആണ്. നമുക്ക് പറയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇങ്ങനെയാണ് വരേണ്ടത്, HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിൻ്റെ കൂടെ ആരുമുണ്ട്? HNO3 ഉണ്ട്. പഠിച്ചു വെച്ചോളൂ. HCl എന്ന് പറയുമ്പോൾ എത്രയാണ്? HCl 3 ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഇവിടെയാണ് നമുക്ക് 3 വരേണ്ടത്, 3:2. ദെൻ അടുത്ത എന്താണ്? നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിന്റെ ഭാഗത്ത് 1 ആണ് വരേണ്ടത്. ഇതാണ് റൈറ്റ് ആയിട്ടുള്ളത്, അതല്ല കേട്ടോ. അപ്പോൾ HCl-ഉം HNO3-യും നമുക്ക് 3:1 ശ്രദ്ധിച്ച് പഠിച്ചോളൂ. HCl-ഉം HNO3-യും എന്താണ്? 3:1 എന്ന റേഷ്യോയിൽ ചേർത്താൽ മാത്രമേ നമുക്ക് ആരെ നിർമ്മിക്കാൻ സാധിക്കത്തുള്ളൂ? രാജകീയ ദ്രാവകമായിട്ടുള്ള അക്വാ റീജിയ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ആരൊക്കെയാണ്? നൈട്രിക് ആസിഡും വേണം, ഹൈഡ്രോക്ലോറിക് ആസിഡും വേണം. റേഷ്യോ ഇവിടെയുണ്ട്. HCl-ഉം HNO3-യും ആണ്. 3:1 എന്ന റേഷ്യോയിലാണ്. 3:1 എന്ന റേഷ്യോയിലാണ് നമ്മൾ ആരെ നിർമ്മിച്ചെടുക്കുന്നത്? അക്വാ റീജിയ നിർമ്മിച്ചെടുക്കേണ്ടത്. തെറ്റിപ്പോലെ HCl-ന്റെ ഭാഗത്താണ് 3 വരേണ്ടത്, HNO3-യുടെ ഭാഗത്താണ് 1 വരേണ്ടത്. അപ്പോൾ HCl-ഉം HNO3-യും 3:1 എന്ന റേഷ്യോയിൽ നിർമ്മിച്ചാൽ നമുക്ക് ആരെ കിട്ടും? രാജകീയ ദ്രാവകം അല്ലെങ്കിൽ രാജകീയ ജലം ലഭിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസങ്കരം? ലോഹസങ്കരം എന്ന് വെച്ചാൽ എന്താണ്? അലോയ് എന്ന് പറയും. ലോഹസങ്കരം എന്താണ്? അലോയ്. എന്താണ് അലോയ് എന്ന് ചോദിച്ചാൽ 2 അതിലധികമോ ഘടകമൂലകങ്ങൾ അടങ്ങിയതും അതിൽ ഒന്നെങ്കിലും ലോഹമായിട്ടുള്ളവയെ നമ്മൾ എന്ത് വിളിക്കും? ലോഹസങ്കരം എന്ന് വിളിക്കും. അപ്പൊ 2 അതിലധികമോ ഘടകമൂലകങ്ങൾ അടങ്ങിയിട്ടുള്ളവയും അതിൽ ഒന്നെങ്കിലും ലോഹമായിട്ടുള്ളവയും നമ്മൾ എന്ത് വിളിക്കണം? ലോഹസങ്കരം എന്ന് വിളിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോഹസങ്കരമാണ് ബാബിറ്റ് മെറ്റൽ എന്ന് പറയപ്പെടുന്നത്. അതൊരു അലോയ് ആണ്. അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ടിൻ അടങ്ങിയിട്ടുണ്ട്. ടിൻ എന്ന് വെച്ചാൽ SN ആണ്. കോപ്പർ അടങ്ങിയിട്ടുണ്ട്, Cu കോപ്പർ അടങ്ങിയിട്ടുണ്ട്. ആന്റിമണി Sb ആന്റിമണി അടങ്ങിയിട്ടുണ്ട്. പിന്നെ ആരുണ്ട്? ചില സമയത്ത് ലെഡിന്റെ അംശവും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആരൊക്കെയുണ്ട്? ടിന്ന്, കോപ്പർ, ആന്റിമണി, ലെഡ് എന്നിവയാണ് പ്രധാനമായിട്ടും ബാബിറ്റ് മെറ്റലിൽ നമ്മൾ കാണപ്പെടുന്നത്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഓപ്ഷനിലുണ്ടോ നോക്കാം. നിക്കൽ. നമുക്കറിയാം നിക്കൽ എന്ന് പറയപ്പെടുന്ന ബാബിറ്റ് മെറ്റലിൽ ഇല്ല എന്ന് മനസ്സിലായി. പലേഡിയം ഉണ്ടോ ഓപ്ഷനിൽ? നമുക്കറിയാം ബാബിറ്റ് മെറ്റലിൽ ഇല്ല, ഓപ്ഷനിലുണ്ട്. ബെറീലിയം എവിടെയില്ല? നമ്മുടെ ബാബിറ്റ് മെറ്റലിൽ ഇല്ല. അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഏതാണ്? ആന്റിമണിയാണ്. അപ്പോൾ ലോഹസങ്കരം പഠിക്കുമ്പോൾ ഓരോ ലോഹസങ്കരത്തിലും ഏതൊക്കെ ലോഹങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ മൂലകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇവിടെ ആരൊക്കെയുണ്ട്? ടിന്നുണ്ട്, ആന്റിമണി ഉണ്ട്, കോപ്പർ ഉണ്ട്, ലെഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും പേരെയും ബാബിറ്റ് മെറ്റലിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ലോഹസങ്കരം. ഇത് നന്നായി ബൈഹാർട്ട് ചെയ്തവർക്ക് മാത്രമാണ് എഴുതാൻ സാധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏത്? ഉൾപ്പെടാത്ത എന്നാ ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്ത വാതകം ഏത്? അപ്പോൾ ഹരിതഗൃഹ വാതകങ്ങൾ നിരന്തരം ആവർത്തിക്കുന്ന PSയുടെ മറ്റൊരു മേഖലയാണ്. താഴെ തന്നിരിക്കുന്ന ഹരിതഗൃഹ വാതകങ്ങൾ അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഉൾപ്പെടാത്ത വാതകത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള വാതകം ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കണ്ടേ? നമുക്കൊന്ന് വായിച്ചു നോക്കാം ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന്. അതിൽ ആദ്യം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഉണ്ട്. ഒന്നാമത്തെ ആള് കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഉണ്ട്. രണ്ടാമത്തെ മീഥെയിൻ ആണ്. മീഥെയിൻ എന്ന് വെച്ചാൽ CH4 ആണ്. ഓക്കെ, CH4 ആണ്. പിന്നെ നമുക്കറിയാം ഓസോൺ ആണ്. ഓക്സിജൻ അല്ല, ഓസോൺ ആണുള്ളത്. ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്ന ഒരാളാണ് ആര്? ഓസോൺ എന്ന് പറയുന്നത്. സിമ്പൽ O3 ആണ്. ദെൻ നമുക്കറിയാം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാട്ടർ വേപ്പർ ആണ്, അതായത് നീരാവിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ അടുത്തത് നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡിന്റെ സിമ്പൽ N2O എന്ന് പറയും. N2O നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡ് എന്ന് വെച്ചാൽ ചിരിപ്പിക്കുന്ന വാതകം എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെ, ആ നൈട്രസ് ഓക്സൈഡ് ആണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ വരുന്നത്. ഇനി അടുത്ത നമുക്കറിയാം കുറച്ച് അല്ലാത്ത ഇൻഡസ്ട്രിയൽ ഗ്യാസുകളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളിലേക്ക് വരാം. നമുക്കറിയാം
CFC എന്ന് പറയുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട്. ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ പല രൂപത്തിൽ നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്നുണ്ട്. അതെ, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് എന്ന രൂപത്തിലുണ്ട്. ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ഉണ്ട്. എന്താണ് അടുത്തത്? പെർഫ്ലൂറോ കാർബൺസ് അതുണ്ട്. പിന്നെ നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ഗ്യാസ് ഏതാണ്? അതായത് സ്ട്രോങ്ങസ്റ്റ് ഗ്യാസിലേക്കാണ് പോകുന്നത്. ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും അപകടകാരിയായ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇതാണ് സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് എന്ന് പറയും. സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് ആണ് ഗ്രീൻ ഹൗസ് വാതകങ്ങളിലെ ഏറ്റവും ശക്തമായ ഗ്രീൻ ഹൗസ് വാതകമായിട്ട് കരുതുന്നത്. പിന്നെ നമുക്കറിയാം നൈട്രജൻ ട്രൈഫ്ലൂറൈഡും എന്താണ്? ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അപ്പൊ ആരൊക്കെയുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥേൻ, ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഉണ്ട്, പിന്നെ പെർഫ്ലൂറോ കാർബൺസ് ഉണ്ട്, സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് ഉണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് ഉണ്ട്, നൈട്രജൻ ട്രൈഫ്ലൂറൈഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും പേരും പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ഇത് അറിഞ്ഞിരിക്കണം. നമ്മൾ ആദ്യം ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി ചോദ്യത്തിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്നതിൽ ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം. ഇപ്പം കുറച്ചുകൂടെ ഈസിയാണ് കാര്യങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡ് അറിയാം, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്ന് അറിയാം. മീഥേൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ അടുത്തത് നൈട്രസ് ഓക്സൈഡ് ആണ് പറഞ്ഞത്. N2O എന്ന് വിളിക്കുന്ന നൈട്രസ് ഓക്സൈഡും എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. എന്നാൽ ഓക്സിജൻ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ? അല്ല. ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓക്സിജൻ ആണ്. ഗ്രീൻ ഹൗസ് വാതകങ്ങളിൽ ഉൾപ്പെടാത്ത ആളാരാണ്? ഓക്സിജൻ ആണ്. ഗ്രീൻ ഹൗസ് വാതകങ്ങളിൽ ഉൾപ്പെടുന്നത് ഓസോൺ ആണ്. ഓർത്തോഷന് ഓസോൺ ആണ്. ഓക്സിജൻ എവിടെ ഉൾപ്പെടുന്നില്ല? ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഉൾപ്പെടുന്നില്ല. ക്ലിയർ ആണ്? അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റത്തുള്ളൂ. നിരവധി എടുത്ത ആവർത്തിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ബൈഹാർട്ട് ആക്കിയേക്കണേ, മറക്കല്ലേ. ഇപ്പൊ നമ്മൾ പോവാണ് മുന്നോട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ചോദ്യം, ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരാസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? വളരെ എളുപ്പമുള്ള മറ്റൊരു ചോദ്യം ആസിഡിൽ നിന്ന്. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരാസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? എല്ലാവർക്കും നല്ല പരിചയമുള്ള ആസിഡ് ആണ്. എങ്കിലും നമുക്കൊന്ന് വായിക്കാം ഓപ്ഷൻസ്. ഫോമിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്. നമുക്കിതിൽ ആൻസറിലേക്ക് വരാം. ആൻസർ എല്ലാവർക്കും അറിയാം. ഏതാണ്? ഫോമിക് ആസിഡ് ആണ്. ഉറുമ്പിന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഉറുമ്പ്, കടന്നല്, തേനീച്ച ഒക്കെയാണ്. ഉറുമ്പ്, കടന്നല്, തേനീച്ച ഇവയിലെല്ലാം ഏത് ആസിഡിന്റെ സാന്നിധ്യമുണ്ട്? ഫോമിക് ആസിഡിന്റെ സാന്നിധ്യമുണ്ട്. ഓക്കെ, ഈ ചോദ്യം നമുക്ക് പാഠപുസ്തകത്തിലേക്ക് ഒന്ന് നോക്കാം. ടെക്സ്റ്റിൽ ഈ ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഉറുമ്പിന്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ് ഉണ്ട്. കണ്ടോ? ഫോമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. കണ്ടോ? പാഠപുസ്തകത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നന്നായി തന്നെ ശ്രദ്ധിച്ചു വെക്കുക. ഉറുമ്പിന്റെ ശരീരത്തിൽ ഏത് ആസിഡാ ഉള്ളത്? ഫോമിക് ആസിഡ് ഉണ്ട്. ഉറുമ്പ് കടിക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ശരീരകോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോൾ വേദനയ്ക്ക് കാരണം. അപ്പോൾ ഫോമിക് ആസിഡ് ശരീരത്തിലെ കോശങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നത് മൂലമാണ് നമുക്ക് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നത്. ഓക്കെയാണ്. അപ്പോൾ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യമാണ്. എളുപ്പമുള്ള മറ്റൊരു ചോദ്യം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് നല്ലൊരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? പിച്ചള, ബ്രാസ് എന്ന് പറയപ്പെടുന്ന പിച്ചളയിലേക്കാണ് പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? അപ്പൊ ആരൊക്കെ ഉണ്ട് ഓപ്ഷനിൽ? സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, അലുമിനിയം ഉണ്ട്, സിങ്ക് ഉണ്ട്. അപ്പോൾ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ പിച്ചളയിലെ ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം. ഓക്കെ, നമുക്ക് പിച്ചളയിലെ ലോഹങ്ങൾ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് ലോഹസങ്കരങ്ങളെ ഒന്ന് പഠിച്ചേക്കാം. ലോഹസങ്കരങ്ങളിൽ നിന്ന് ഇനിയും സ്റ്റേറ്റ്മെന്റുകൾ വരാം. അപ്പോൾ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ലോഹസങ്കരം എന്ന് ചോദിച്ചാൽ രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖര ലായനികളാണ് ലോഹസങ്കരങ്ങൾ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ശ്രദ്ധിച്ചു വെച്ചോളുക. ഏകാത്മക ഖര ലായനികളാണ്. നമ്മൾ ഒരിക്കലും എന്താണ് നമ്മുടെ ഈ പറയുന്ന ലോഹസങ്കരങ്ങളെ ലായനികളായി കരുതില്ല. ലായനികളാണ്. ലായനികൾ ഖരാവസ്ഥയിലുണ്ട്, വാതകാവസ്ഥയിലുണ്ട്, ദ്രാവകാവസ്ഥയിലുണ്ട്. അതിൽ ഖരാവസ്ഥയിലുള്ള ലായനികളാണ് ആര്?
ലോഹസങ്കരങ്ങൾ. ഇനി ലോഹസങ്കരങ്ങളെല്ലാം ഏകാത്മകമാണ്, ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് സോളിഡ് സൊല്യൂഷൻസ് ആണ് ആര്? ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. തമ്മിൽ പെട്ടെന്ന് വേർതിരിക്കാനാവാത്ത വിധം യോജിച്ചു ചേർന്നിട്ടുള്ളവയാണ് നമ്മൾ ഏകാത്മക ഖരലായ അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറയാറുള്ളത്. അല്ലെ, ഏകാത്മക ഖരലായനികളാണ് ആര്? ലോഹസങ്കരങ്ങൾ എന്ന് പറയുന്നത്. ഈ ലോഹസങ്കരങ്ങൾക്ക് നല്ല ബലമാണ്, ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും കണ്ടോ ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ആർക്കുണ്ട്? ലോഹസങ്കരങ്ങൾക്കുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ലോഹങ്ങളും ലോഹസങ്കരങ്ങൾ എന്ന രൂപത്തിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. 90% ലോഹങ്ങളും ലോഹസങ്കരങ്ങളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മെച്ചപ്പെട്ട സവിശേഷതയുള്ള വലിയൊരു വിഭാഗം നിർമ്മാണ സാമഗ്രികളെ ലോഹസങ്കരങ്ങൾ പ്രതിദാനം ചെയ്യുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പദാർത്ഥങ്ങളും എന്തായിട്ടാണ്? ലോഹസങ്കരങ്ങളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ആഭരണമായിക്കോട്ടെ, എല്ലാം എന്താണ്? പാത്രങ്ങളായിക്കോട്ടെ, ഓൾമോസ്റ്റ് പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളായിക്കോട്ടെ, അതെല്ലാം എന്താണ്? ലോഹസങ്കരമാണ്. നമുക്ക് ചോദ്യം എന്ത്? ബ്രാസുമായിട്ട് ബന്ധപ്പെട്ടാണ്, പിച്ചളയുമായി ബന്ധപ്പെട്ടാണ്. പിച്ചളയിലെ ഘടക പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോപ്പറും സിങ്കുമാണ്. ആരൊക്കെയാണ്? കോപ്പറും സിങ്കുമാണ് നമ്മുടെ പിച്ചളയിൽ അടങ്ങിയിട്ടുള്ളത്. ഓർത്ത് വെച്ചേക്കണം, കോപ്പറും സിങ്കും എവിടെ അടങ്ങിയിട്ടുണ്ട്? നമ്മുടെ ബ്രാസ് അല്ലെങ്കിൽ പിച്ചളയിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഓപ്ഷനിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഇവിടെ കോപ്പറോ സിങ്കോ ഏതെങ്കിലും ഓപ്ഷനിലുണ്ടോ? സിങ്ക് കിടക്കുന്നു. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? സിങ്ക് ആണ്. പിച്ചളയിലെ ഘടകമായി വരുന്ന ലോഹമാണ് ചോദിച്ചത്. വരുന്ന ലോഹം ഏതാണത്? സിങ്ക് ആണ്. കണ്ടോ, എളുപ്പം പഠിച്ചു. പക്ഷെ നമ്മൾ എന്ത് പഠിച്ചു വെച്ചിരിക്കണം? ഈ ലോഹസങ്കരം പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ബ്രാസ് അല്ലെങ്കിൽ പിച്ചളയിൽ കോപ്പറും സിങ്കുമാണെന്ന് പറഞ്ഞു. ഇനി ബ്രോൺസ്, ഓടിനെ കുറിച്ച് പറയാം. ഓട് എന്ന് പറഞ്ഞാലാണ് ബ്രോൺസ്, തിരിഞ്ഞു പോവല്ലേ, ഓട് എന്ന് പറയുന്നതാണ് ബ്രോൺസ്. ബ്രോൺസ് മെഡലില്ലേ, ഓടി 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 നേടിയ മെഡൽ നമ്മൾ ടിന്നിലിട്ട് അടച്ചു വെച്ചു. നമ്മൾ ഓടി 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 നേടിയ മെഡൽ എവിടെ ഇട്ട് വെച്ചു? ടിന്നിലിട്ട് അടച്ചു വെച്ചു. ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നമുക്ക് എങ്ങോട്ട് പോകാം? ബ്രോൺസ് അല്ലെങ്കിൽ ഓടിലേക്ക് വരാം. അപ്പൊ ഓടി ഓടി നേടിയ ബ്രോൺസ് മെഡൽ ടിന്നിലിട്ട് അടച്ചു വെച്ചു. അപ്പൊ മനസ്സിലാക്കുക, കോപ്പർ ബ്രാസിലും ബ്രോൺസിലും ഉണ്ട്. അതുപോലെ ശ്രദ്ധിച്ചു വെച്ചോളൂ, അതിൽ ബ്രോൺസിനകത്ത് വരുമ്പോൾ ടിന്നാണ് കൂടെ ഉള്ളതെന്ന് ഓർത്ത് വെച്ചോളൂ. കാരണം ഓടി ഓടി നേടിയ മെഡൽ നമ്മൾ ടിന്നിലിട്ടല്ലേ അടച്ചു വെച്ചത്. അത് ഏത് മെഡലാ? ബ്രോൺസ് മെഡൽ. അപ്പം ബ്രോൺസ് അല്ലെങ്കിൽ ഓട് എന്ന് വിളിക്കുന്നത് ടിന്നാണ് കോപ്പറിനൊപ്പം ഉള്ളതെന്ന് ചിന്തിക്കുക. ബ്രാസിനകത്ത് കോപ്പറും സിങ്കുമാണ്. തമ്മിൽ തെറ്റത്തില്ലല്ലോ, നന്നായിട്ട് ഓർത്ത് വെച്ചോളുക. ബ്രാസ് ആണെങ്കിലും അതായത് പിച്ചളയാണെങ്കിലും ബ്രോൺസ് ഓടാണെങ്കിലും രണ്ടിലും കോമൺ ആയിട്ട് കോപ്പർ ഉണ്ട്. ഇതിൽ തിരിച്ചറിയാൻ ഏറ്റവും എളുപ്പം നമ്മൾ ബ്രോൺസിനെ അങ്ങ് പഠിച്ചു വെക്കുക. ബ്രോൺസ് ഓടി 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 നേടിയ ബ്രോൺസ് മെഡൽ ടിന്നിലിട്ട് അടച്ചു വെച്ചു. അപ്പൊ ടിൻ ഉള്ളത് എവിടെയാണ്? ഓടിനകത്താണ്. എങ്കിൽ സിങ്ക് എവിടെയായിരിക്കും? ബ്രാസിനകത്തായിരിക്കും എന്ന് ചിന്തിച്ചെടുക്കാം. ഈസിയാണ്. ഇനി അടുത്ത നിക്രോമിനെ കുറിച്ച് പറയാം. നിക്രോം നല്ല പരിചയമുള്ളതാണ്. അതിനകത്ത് നിക്രോം എന്ന് എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം നിക്കലും ക്രോമിയവും അതിനകത്തുണ്ട് എന്ന്. പിന്നെ ഒരാളെ മാത്രം പഠിച്ചാൽ മതി, നിക്കലും ക്രോമിയവും അയണും. ആരാണ്? അയണും. അപ്പൊ നിക്കലും ക്രോമിയവും അയണും കൂടി ഉൾപ്പെടുന്നതാണ് നിക്രോം എന്ന് പറയപ്പെടുന്ന ലോഹസങ്കരം. അടുത്ത അൽനിക്കോയാണ്. അൽനിക്കോയ്ക്കകത്തു നിന്നും നമുക്ക് 2-3 പേരെ പഠിക്കാൻ എളുപ്പമാണ്. അൽനിക്കോയ്ക്കകത്ത് നിന്ന് അലൂമിനിയത്തെ ഓർത്ത് വെക്കാം. നിക്കലിനെ ഓർത്ത് വെക്കാം. നീക്കകത്തുനിന്ന് നിക്കലിനെ ഓർത്ത് വെക്കാം. കോയ്ക്കകത്തുനിന്ന് കൊബാൾട്ടിനെയും കിട്ടും. ഇനി ഒരാൾ കൂടിയുണ്ട്. ആരാണ്? അയൺ ആണ്. അപ്പോൾ നിക്രോം ആണെങ്കിലും അൽനിക്കോ ആണെങ്കിലും കോമൺ ആയിട്ട് ആരുണ്ട്? അയൺ ഉണ്ട് എന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പൊ അൽനിക്കോയ്ക്കകത്ത് അലൂമിനിയവും നിക്കലും കൊബാൾട്ടാണ്, കൊബാൾട്ടും അയണും ഉണ്ട്. നിക്രോമിനകത്ത് നിക്കലും ക്രോമിയവും അയണുമാണുള്ളത്. രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? അയൺ ഉണ്ട്. ബാക്കി മൂലകങ്ങളെ നമുക്ക് അതിന്റെ പേര് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അൽനിക്കോ ആണെങ്കിലും നിക്രോം ആണെങ്കിലും ഒക്കെയാണ്. അപ്പോൾ നമുക്കറിയാം ചില ലോഹസങ്കരങ്ങളിൽ, ഉദാഹരണം സ്റ്റെയിൻലെസ് സ്റ്റീൽ, വളരെ ചെറിയ അളവിൽ കാർബൺ, സിലിക്കൺ പോലുള്ള അലോഹ മൂലകങ്ങൾ ചേർക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചോളുക. അപ്പോൾ അലോഹങ്ങളെയും ലോഹസങ്കരങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോഹസങ്കരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നമുക്കൊന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ച അൽനിക്കോ ആണെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിലും നിക്കൽ ആണെന്നുണ്ടെങ്കിലും അവിടെ പ്രത്യേകതയും ഉപയോഗവും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളുക. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ, ഘടക മൂലകങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അയണും കാർബണും ക്രോമിയവും നിക്കലും. അയണും കാർബണും
ക്രോമിയവും നിക്കലും എവിടെയുണ്ട്? സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്തുണ്ട്. ബ്ലേഡ് ഒക്കെ കണ്ടില്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീൽ കത്തികളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്? അയണും കാർബണും ഉണ്ട്. അയണും കാർബണും മറക്കല്ല. പിന്നെ ആരൊക്കെ ഉണ്ട്? ക്രോമിയവും നിക്കലും. ഇത്രയും പേരോട് ചേർന്നാണ് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇനി അൽനിക്കോ ഓൾറെഡി പറഞ്ഞു, അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് അയൺ ആണ്. നിക്രോമിന്റെ കാര്യവും പറഞ്ഞു, നിക്കൽ, ക്രോമിയം, പിന്നെ ആരുണ്ട്? അയൺ ഉണ്ട്. പിന്നെ കാർബൺ കൂടി നിക്രോമിലുണ്ട്. ഇത് 10ാം ക്ലാസ്സിലെ ടെസ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോളൂ, നമ്മൾ മുമ്പേ പഠിച്ചത് 9ാം ക്ലാസ്സിലെ പുസ്തകമാണ്. ഇനി അടുത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതിന്റെ പ്രത്യേകത നല്ല ഉറപ്പുള്ളതായിരിക്കും. പിന്നെ ഉപയോഗം പാത്രങ്ങൾ, വാഹനങ്ങളുടെ ഭാഗങ്ങൾ ഇവ നിർമ്മിക്കാൻ വേണ്ടിയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രധാനമായും യൂസ് ചെയ്യുന്നത്. അൽനിക്കോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാന്തിക സ്വഭാവമുണ്ട്. നമ്മൾ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ആരെയാണ് യൂസ് ചെയ്യുന്നത്? അൽനിക്കോയാണ് യൂസ് ചെയ്യുന്നത്. നിക്രോം ഓർത്ത് വെച്ചോളൂ, ഉയർന്ന പ്രതിരോധമുള്ളത് കൊണ്ട് നമ്മൾ ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ വേണ്ടി ആരെയാണ് യൂസ് ചെയ്യുന്നത്? നിക്രോമിനെയാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അൽനിക്കോയാണ്. പാത്രങ്ങൾ, വാഹനങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനെയും ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ലോഹസങ്കരങ്ങൾ. എസ്, ലോഹസങ്കരങ്ങൾ. ഇനി അവിടെ നിന്നും അടുത്ത ചോദ്യം, മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര്? അപ്പോൾ വർഗീകരണം എന്ന ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത്. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷനിൽ മെൻഡലീഫ് ഉണ്ട്, മോസ്ലി ഉണ്ട്, ന്യൂലാൻഡ്സ് ഉണ്ട്, ലാവോസിയർ ഉണ്ട്. 4 പേരും വർഗീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള വ്യക്തികളാണ് അല്ലേ? 4 പേരും ഒരുമിച്ച് ഓപ്ഷനിലുണ്ട്. ആദ്യമായി വർഗീകരിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഇവരുടെ ജീവിത കാലഘട്ടം നോക്കിയാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ആന്റോണിയോ ലാവോസിയർ ആണ്. ആദ്യം മൂലകങ്ങളെ വർഗീകരിച്ച് കാണിച്ച ആരാണ്? ആന്റോണിയോ ലാവോസിയർ ആണ്. നമുക്കിത് പാഠപുസ്തകത്തിൽ എവിടെയാണ് കിടക്കുന്നത് നോക്കിയാലോ? യെസ്, നോക്കാം. വേണ്ടേ? പാഠപുസ്തകം. നമുക്ക് പാഠപുസ്തകത്തിൽ ആദ്യം തന്നെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചരിത്രത്തിലേക്ക് എന്ന് പറയുന്നുണ്ട്. ചരിത്രത്തിലേക്ക് എന്ന് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്നത് ലാവോസിയാണ്. കണ്ടോ, തുടക്കം കുറിക്കുന്നത് ആരാണ്? ലാവോസിയാണ്. 1789 ഫ്രഞ്ച് റവല്യൂഷൻ അല്ലേ? ഇവിടെ അതെ, 1789 അന്ന് അറിയപ്പെട്ടിരുന്ന എത്ര മൂലകങ്ങളെ? 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. എങ്ങനെയാ വർഗീകരിച്ചേ? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. അപ്പൊ എന്നായിരുന്നു? 1789 അതായത് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്ന സമയത്ത് 1789 1 7 8 9 അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ എങ്ങനെയാണ്? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച ആരാണ്? ആന്റോണിയോ ലാവോസിയർ ആണ്. അപ്പോൾ ഇതാണ് ലോകത്തിലെ ആദ്യത്തെ മൂലക വർഗീകരണമായിട്ട് കരുതുന്നത്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം ഒരുമിച്ച് കാണിക്കുന്ന നമ്മുടെ ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല വർഗീകരണത്തിൽ. അതാണ് നമ്മുടെ ആദ്യ വർഗീകരണത്തിന്റെ പരിമിതിയായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ ഇവയെ അതിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ ലാവോസിയർക്ക് കഴിഞ്ഞില്ല. ഇതാണ് ഈ വർഗീകരണത്തിന്റെ പരിമിതി. ആദ്യ വർഗീകരണത്തിന്റെ പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ ലോഹങ്ങൾക്കും അലോഹങ്ങൾക്കും മാത്രമേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. ഉപലോഹങ്ങളെ ഉൾപ്പെടുത്താൻ ആർക്ക് സാധിച്ചില്ല? ആന്റോണിയോ ലാവോസിയർക്ക് സാധിച്ചില്ല അല്ലേ? ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് കൂടിയാണ് ആര്? ആന്റോണിയോ ലാവോസിയറുടെ രസതന്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹം എന്നാണ് മൂലകങ്ങളെ വർഗീകരിച്ചതെന്ന് ചോദിച്ചാൽ 1789 മൂലക വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്ന ആരാണ്? ആന്റോണിയോ ലാവോസിയർ ആണ്. കേട്ടോ, മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ആരാണ്? ലാവോസിയർ ആണ്. പിന്നെ ഈ മോസ്ലി നമുക്കറിയാം, പുതിയ പീരിയോഡിക് ടേബിൾ നിർമ്മിച്ച ആൾ മോസ്ലിയാണ്. മെൻഡലീഫ് ആദ്യ പീരിയോഡിക് ടേബിൾ നിർമ്മിച്ച ആളാണ്. ന്യൂലാൻഡ്സ് അഷ്ടക നിയമപ്രകാരം മൂലകങ്ങളെ വർഗീകരിച്ച ആളാണ് ന്യൂലാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, എല്ലാവരിൽ നിന്നും ചോദ്യങ്ങളുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിന് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? അപ്പോൾ താഴെ പറയുന്നതിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയണിനെ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. വായിച്ചു നോക്കാം. യൂറിയ, സൾഫർ ട്രൈഓക്സൈഡ്, അമോണിയ, നൈട്രിക് ആസിഡ്. ആരൊക്കെ ഉണ്ട് ഓപ്ഷനിൽ? യൂറിയ ഉണ്ട്, സൾഫർ ട്രൈഓക്സൈഡ് ഉണ്ട്, അമോണിയ ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്. നമുക്ക് നോക്കാം.
സ്പോഞ്ചി അയൺ എന്ന് പറയപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഹേബർ പ്രോസസ്സിലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഹേബർ പ്രോസസ്സിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നതാണ് ആരെ? സ്പോഞ്ചി അയണിനെ. ഹേബർ പ്രോസസ്സ് ഇതിൽ ഏതിൻ്റെ നിർമ്മാണ പ്രക്രിയയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? മതി. ഹേബർ പ്രോസസ്സ് എന്തിൻ്റെയാണ്? അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയാണ്. അപ്പോൾ അമോണിയയുടെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയണിനെ നമ്മൾ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അതായത് ഹേബർ പ്രക്രിയ. സയന്റിസ്റ്റിന്റെ മുഖമടക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സയന്റിസ്റ്റിനെ കണ്ടോ? ഫ്രിറ്റ്സ് ഹേബർ എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ്. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് 1912 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫ്രിറ്റ്സ് ഹേബർ ആവിഷ്കരിച്ച രീതിയാണ് ഹേബർ പ്രക്രിയ. അപ്പോൾ ഹേബർ പ്രക്രിയ കണ്ടെത്തിയ ആരാണ്? ഫ്രിറ്റ്സ് ഹേബർ എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന താപനിലയൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഉയർന്ന മർദ്ദത്തിലും കണ്ടോ, ഉയർന്ന മർദ്ദത്തിലും ഏകദേശം എത്രയാണ് കൊടുത്തേക്കുന്നത്? 200 ATM എന്ന് കൊടുത്തിട്ടുണ്ട്. ഉയർന്ന മർദ്ദത്തിലും 450 ഡിഗ്രി താപനിലയിലും താപനിലയും നൽകിയിട്ടുണ്ട്. 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. നന്നായി ഓർത്ത് വെച്ചോണം. 200 ATM മർദ്ദമാണ് കൊടുത്തിരിക്കുന്നത്. ഉയർന്ന മർദ്ദത്തിലും 450 ഡിഗ്രി താപനിലയിലും നൈട്രജനും ഹൈഡ്രജനും, ആദ്യം പറഞ്ഞിരിക്കുന്ന ആരാ? നൈട്രജൻ. പിന്നെ പറഞ്ഞിരിക്കുന്ന ആരാണ്? ഹൈഡ്രജൻ. ഏത് റേഷ്യോയിലാണ്? 1:3. ഓർത്ത് വെച്ചോണം. അപ്പൊ നൈട്രജനും ഹൈഡ്രജനും 1:3 എന്ന അനുപാതത്തിൽ യോജിപ്പിച്ചിട്ടാണ് ഈ പ്രക്രിയയിൽ നമ്മൾ ആരെ നിർമ്മിക്കുന്നത്? അമോണിയ നിർമ്മിക്കുന്നത്. കണ്ടോ, അമോണിയ നിർമ്മിക്കുന്നത്. ഇനി അടുത്തത് സ്പോഞ്ചി അയൺ. കണ്ടോ, സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നു. എന്താണ് ഉൽപ്രേരകം എന്ന് ചോദിച്ചാൽ, ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ആ രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാനോ അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിന്റെ വേഗത കുറയ്ക്കാനോ ആയി നമ്മൾ എന്താണോ അതിൽ ചേർക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഉൽപ്രേരകം. എന്താണ്? ഉൽപ്രേരകം. നമ്മുടെ അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയിൽ ഉൽപ്രേരകമായി യൂസ് ചെയ്യുന്ന ആരെയാണ്? സ്പോഞ്ചി അയണിനെയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉപയോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. രാസവള നിർമ്മാണത്തിന് വൻതോതിൽ ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഇത്, അമോണിയ. പിന്നെ നമുക്കറിയാം ഭക്ഷ്യ സുരക്ഷ, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നിവയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നത് ഹരിത വിപ്ലവത്തിലൂടെയാണ്. ഹരിത വിപ്ലവത്തിലെ പ്രധാന തത്വങ്ങളിലൊന്നാണ് ഈ രാസവളങ്ങളുടെ ഉപയോഗമാണ്. അപ്പോൾ അമോണിയ ഹരിത വിപ്ലവത്തിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രാസവള നിർമ്മാണത്തിന് വൻതോതിൽ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? അമോണിയ യൂസ് ചെയ്യുന്നുണ്ട്, മറന്നു പോകരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിറ്റ്സ് ഹേബർ സയന്റിസ്റ്റ് കണ്ടെത്തിയ ഹേബർ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. താപനില, മർദ്ദം, റേഷ്യോ, ഇതൊന്നും മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഉൽപ്രേരകം ആര് എന്ന് കൂടി ഓർത്തിരിക്കുക. കണ്ടെത്തിയ ആളുടെ പേര് കൂടി ഓർക്കുക, ഫ്രിറ്റ്സ് ഹേബർ. കേൾക്കുമ്പോൾ ഈസി ആയിരിക്കും. ഓപ്ഷനിൽ 4 ഹേബർ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. പേര് പഠിച്ചു വെച്ചോണം, ഫ്രിറ്റ്സ് ഹേബർ ആണ്. ഓക്കെ അല്ലേ? അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിലെ തെറ്റായ പ്രസ്താവന ഏത്? ഇതുവരെയും ശരിയായ പ്രസ്താവനകളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ഇത്തവണ എന്താണ് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. തെറ്റായ പ്രസ്താവന ഏത്? നോക്കാം. ഹൈഡ്രജനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് മൂലകം ഫ്ലൂറിൻ ആണ്. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. നമുക്ക് ഓപ്ഷനിൽ തെറ്റായവ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ശരിയായവ ഏതൊക്കെയാണ് നോക്കണം. നമുക്ക് ഹൈഡ്രജനെ എടുക്കാം. ഹൈഡ്രജൻ എന്ന് പറയപ്പെടുന്ന മൂലകം ആദ്യം മുതലേ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പറും 1 ആണ്. നമുക്ക് ന്യൂട്രോൺ നോക്കാം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ന്യൂട്രോണുകളെ കണ്ടെത്താനുള്ള രീതി നമുക്കറിയാം. ന്യൂട്രോൺ കണ്ടെത്തുന്നത് എങ്ങനെയാണ് പറഞ്ഞോ? നമ്മുടെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ്. ഇവിടെ മാസ് നമ്പർ എത്രയാണ്? 1 ആണ്. 1ൽ നിന്നും അറ്റോമിക് നമ്പറായ 1നെ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 0 കിട്ടി. അപ്പം ന്യൂട്രോൺ ഇല്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് മനസ്സിലായി. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. ഓക്കെയാണ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. ഇനി അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ സാധിക്കില്ല അല്ലേ. അടുത്തതിലേക്ക് വരാം. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ ആണ്. അതെ, നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇലക്ട്രോണുകളെ നേടിയെടുക്കാനുള്ള കഴിവ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്?
ഫ്ലൂറിൻ ആണ്. അപ്പോൾ അത് ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. ഇനി നമുക്കറിയാം ഡ്രൈ സെല്ല് ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്ന മൂലകങ്ങളിൽ ഒന്നാണ് ഏത്? സിങ്ക്. അതും നമുക്ക് അറിവുള്ള കാര്യമാണ്. അപ്പോൾ അതും ഇവിടെ ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. ഇനി ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റാവാൻ ചാൻസ് ഉള്ളത് സി ഓപ്ഷൻ ആണ്. സി ഓപ്ഷൻ തെറ്റാണോ എന്ന് നമുക്ക് നോക്കിയാലോ. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പറും എത്ര തന്നെയാണ്? 1. രണ്ടും സെയിം ആണ്, 1 തന്നെയാണ്. അറ്റോമിക നമ്പറും മാസ് നമ്പറും വ്യത്യസ്തമായ മൂലകമാണോ ഹൈഡ്രജൻ? അല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ തെറ്റായ പ്രസ്താവന. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും തെറ്റായ പ്രസ്താവന ഏതാണ്? അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ആൻസർ ചെയ്ത് വരും? ഓപ്ഷൻ സി വരും. ക്ലിയർ ആയില്ലേ? ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യ ക്വസ്റ്റ്യനിലേക്ക് വരാം. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണ്? ആറ്റം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണ്? ആദ്യത്തെ വരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളുടെ ആദ്യത്തെ വരിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 3 മുതൽ 12 വരി ഉള്ളവരിൽ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണ്? ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണ് നിറയുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷനിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. ആദ്യത്തെ 30 മൂലകങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആദ്യത്തെ വരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ, 21 മുതൽ 30 വരെയുള്ള എലമെന്റ്സ് ആണ്. ഇവയിലെ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണെന്നാണ് ചോദ്യം. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇലക്ട്രോൺ നിറയുന്നത് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ നോക്ക് 3Dയിലേക്ക് ഒന്ന് നോക്കുക. ഇവിടെ 3D1 ആണ്, അടുത്തിലേക്ക് 3D2, അടുത്ത 3D3, 3D5 കണ്ടോ, 3D5, 3D6, 7, 3D8, 3D10, 3D10 കണ്ടോ. അവിടെ മാത്രം 3Dയിൽ മാത്രമാണ് ഇലക്ട്രോണുകൾ വന്ന് നിറയുന്നത്. എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് 3Dയിൽ മാത്രമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഓപ്ഷൻ ഒന്ന് വായിക്കാം. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരി ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണ് എന്നാണ് ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഏത് ഓർബിറ്റലിലാണ്? 3D എന്ന് പറയപ്പെടുന്ന ഓർബിറ്റലിലാണ് അവിടെ ഇലക്ട്രോൺ നിറയുന്നത്. ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കി കണ്ടുപിടിക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നന്നായി എഴുതാൻ അറിയാവുന്നവർക്ക് മാത്രമാണ് ഈ ഭാഗത്തേക്ക് കടക്കാൻ കഴിയുക. പ്രത്യേകിച്ച് സംക്രമണ മൂലകങ്ങൾ ആദ്യത്തെ 20 വരെ പഠിച്ച് എഴുതാതിരിക്കുന്നവരുണ്ട് അല്ലെ. 20 വരെ പഠിക്കാറുള്ളൂ. 30 വരെ ഉള്ള ഭാഗത്തോട്ട് പോയാൽ മാത്രമേ ഈ ഭാഗം നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരി ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3D എന്ന് പറയപ്പെടുന്ന ഓർബിറ്റലിലാണ്. സ്കാൻഡിയത്തെ മാത്രമായി എഴുതി നോക്കിയാലും നിങ്ങൾക്ക് അവിടെ ആൻസറിൽ എത്താൻ സാധിക്കുന്നതാണ്. മുഴുവൻ എഴുതാൻ അറിയണമെന്നില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകും. ഇതാണ് അടുത്ത ചോദ്യം. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകും. ചോദ്യം ഓപ്ഷനിലേക്ക് വരാം. ആർഗൺ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ. ആരൊക്കെയുണ്ട്? ആർഗൺ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ. ഇത്രയും പേരെയാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതിൽ ആൻസർ ആരായിട്ട് വരും. ഏതെങ്കിലും ഒരു ആസിഡും ഏതെങ്കിലും ഒരു ലോഹവും തമ്മിൽ പ്രവർത്തിച്ചാൽ എപ്പോഴും ഉണ്ടാകുന്ന വാതകം അത് ഹൈഡ്രജൻ ആയിരിക്കും. ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ. അപ്പോൾ ആസിഡുകളും ലോഹങ്ങളും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം എപ്പോഴും ആരായിരിക്കും? അത് ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ് നമ്മുടെ ആൻസർ. നമുക്ക് പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം ഒന്ന് വായിക്കാം. എന്താണ്? ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇത് വ്യക്തമായിട്ട് ടെസ്റ്റിലുണ്ട്. ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. കണ്ടോ, കത്തുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ആണ്. സ്വയം കത്തുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡുകളും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ആരാണ് ഉണ്ടാവുന്നത്? അവിടെ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ആണ്. ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങൾ. ചോദ്യം കണ്ടോ, നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? വീണ്ടും പീരിയോഡിക് ടേബിളിനെ കുറിച്ച് അറിയാവുന്നവർക്ക് എഴുതാൻ സാധിക്കുന്ന ചോദ്യം. നിറമുള്ള സംയുക്തങ്ങൾ ഓപ്ഷൻസ്: ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ഒന്നാമത്തെ ഓപ്ഷൻ ആൽക്കലൈൻ
എർത്ത് ലോഹങ്ങൾ, രണ്ടാമത്തത് ഉപലോഹങ്ങൾ. അടുത്ത എന്താണ്? ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഓപ്ഷൻ ഡിയിലായിട്ട് ആൽക്കലി ലോഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നിറമുള്ള സംയുക്തങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ആൻസർ, ഡയറക്റ്റ് ആൻസർ ആണ് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം എങ്ങനെയാണ്? നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. നമുക്കിത് പാഠപുസ്തകത്തിലേക്ക് ഒന്ന് നോക്കിയാലോ. ഇവിടെ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മിക്ക സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങളും നിറമുള്ളവയാണ്. അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പൊതുവായ പേരാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പൊതുവായ പേരെന്താണ്? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ്. അതാ പറഞ്ഞത്, മിക്ക സംക്രമണ മൂലകങ്ങളുടെയും സംയുക്തങ്ങൾ നിറമുള്ളവയാണ്. ഓക്കെയാണ്. നമുക്ക് സംക്രമണ മൂലകങ്ങൾ എവിടെ മുതൽ എവിടെ വരെയാന്ന് നോക്കാം. ദാണ്ടെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഓക്കെ, ഇവിടെ മറ്റൊരു പ്രത്യേകതയാണ്, ഇവയിൽ ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. നമ്മൾ കുറച്ചു മുമ്പ് കണ്ടതേ ഉള്ളൂ 3D എന്ന് പറയപ്പെടുന്ന ഓർബിറ്റിൽ അല്ലെ. ഫോറസ് അവിടെ കിടക്കുന്നു, പക്ഷെ 3Dയിലാണ് എന്ത് സംഭവിച്ചത്? ഇലക്ട്രോൺ പൂരണം സംഭവിച്ചത്. അപ്പോൾ ഇവയിൽ ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അടുത്തത്, ഗ്രൂപ്പിലും പീരീഡിലും രാസഗുണങ്ങളിൽ പൊതുവേ സാദൃശ്യം കാണിക്കുന്നു. ഗ്രൂപ്പുകളായിക്കോട്ടെ പീരീഡുകളായിക്കോട്ടെ രാസഗുണങ്ങളിൽ, കെമിക്കൽ പ്രോപ്പർട്ടീസിൽ അവ എന്ത് ചെയ്യാറുണ്ട്? സിമിലാരിറ്റി കാണിക്കാറുണ്ട്, സാദൃശ്യം കാണിക്കാറുണ്ട്. പിന്നെ ഈ സംക്രമണ മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. ഇവയെല്ലാം എന്താണ്? ലോഹങ്ങളാണ്. അടുത്ത പോയിന്റ് കണ്ടോ, ഇവയുടെ സംയുക്തങ്ങളെല്ലാം പൊതുവെ നിറമുള്ളവയാണ്. നമുക്കൊരു സംക്രമണ മൂലകത്തെ എടുക്കാം, അതായത് കോപ്പർ ആണ്. കോപ്പറിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയപ്പെടുന്നത്. ഈ കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ തുരിശ് എന്ന് പറയും. തുരിശ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. തുരിശിനെ ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കുന്ന പേര് ബ്ലൂ വിട്രിയോൾ എന്നാണ്. എന്ത് വിളിക്കും? ബ്ലൂ വിട്രിയോൾ. ഓർത്ത് വെച്ചേക്കുക, പേരിൽ തന്നെയുണ്ട്. തുരിശ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ നിറം എന്താണ്? നീല നിറമാണ്. അപ്പോൾ സംക്രമണ മൂലകങ്ങൾ പ്രകാരം ഉണ്ടായ ഒരു സംയുക്തമാണ് ഏത്? കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ തുരിശാണ്. അതിന് ഇംഗ്ലീഷ് ബ്ലൂ വിട്രിയോൾ എന്നാണ്. അത് കേൾക്കുമ്പോഴേ അറിയാം നീല നിറത്തിലാണ് ആരെ കാണപ്പെടുക? നമ്മുടെ തുരിശ് അല്ലെങ്കിൽ ബ്ലൂ വിട്രിയോൾ, അതായത് കോപ്പർ സൾഫേറ്റിനെ കാണപ്പെടുക. അപ്പോൾ സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങളെല്ലാം എന്താണ്? നിറമുള്ളവയാണ്. സംക്രമണ മൂലകങ്ങളെയാണ് നമ്മൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുക. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് നമ്മൾ ഡി ബ്ലോക്ക് മൂലകങ്ങളായിട്ട് കരുതുന്നത്. ക്ലിയർ ആയില്ലേ? യെസ്, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു അത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏത്? അപ്പൊ അന്തരീക്ഷ വായുവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിൽ രണ്ടാമത്തെ മൂലകത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മൂലകം ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ വായിക്കാം, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ. എല്ലാവരും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണാൻ സാധിക്കുന്നു അല്ലേ. നൈട്രജനും കാർബൺ ഡയോക്സൈഡും പിന്നെ ഓക്സിജനും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കൂടെ ഹൈഡ്രജനും കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ആൻസറിലേക്ക് വരാം. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണ്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഓക്സിജൻ ആണ്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഓക്സിജൻ ആണ്. നമുക്കൊന്ന് നോക്കിയാലോ. വേണ്ടേ, ഇത് പുതിയ പുസ്തകം പ്രകാരമുള്ള കാര്യമാണ്, പഴയ പുസ്തകമല്ല. പുതിയ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ടാണ്, ഒരു പൈ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാല്യൂവിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിനുവേണ്ടിയാണ് പുതിയ പുസ്തകം തന്നെ എടുത്ത് ആഡ് ചെയ്തത്. നൈട്രജന്റെ പെർസെൻറ്റേജ് ഇവിടെ 78% എന്നാണ് കൊടുത്തിരിക്കുന്നത്. 78.09%. നൈട്രജൻ 78%. ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്. രണ്ടാം സ്ഥാനം ഓക്സിജൻ 21%. കണ്ടോ, 21%, 20.95%, 21%. മാറ്റം ദാ ഇവിടെയാ കാർബൺ ഡൈ ഓക്സൈഡിന്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് പഴയ പുസ്തകത്തിൽ 0.03% ആയിരുന്നത്. പുതിയ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് 0.04% എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു മാറ്റം നിങ്ങൾ തിരുത്തി പഠിച്ചോളുക. മൂന്നാം സ്ഥാനത്ത് കാണപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ല, ആർഗണിന് ശേഷമാണ് ആരെ കാണപ്പെടുക? കാർബൺ ഡൈ ഓക്സൈഡിനെ കാണപ്പെടുക എന്ന് കൂടി ഓർത്തോളുക കേട്ടോ. അപ്പോൾ ഒന്നാം സ്ഥാനം നൈട്രജൻ, രണ്ടാം സ്ഥാനം ഓക്സിജൻ, മൂന്നാം സ്ഥാനം ആർഗൺ, നാലാം സ്ഥാനത്ത് ആരുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. പെർസെൻറ്റേജിൽ പുതിയ പുസ്തകത്തിൽ മാറ്റമുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് വരാം. അടുത്തൊരു ചോദ്യം നമുക്ക് അവിടെ ഉണ്ടായിരുന്നല്ലേ. ആ ചോദ്യം നോക്കാം. താഴെ ഒരു ചോദ്യം കൂടെ കിടപ്പുണ്ടായിരുന്നല്ലോ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമേത്? എണ്ണയോ കൊഴുപ്പോ, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമേത്?
ബേസ്, ആസിഡ്, സോപ്പ് ഇവയൊന്നുമല്ല. നമുക്കറിയാം ഏതെങ്കിലും ഒരു എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് സോപ്പ്. ആ ലവണത്തെ വിളിക്കുന്ന പേരാണ് സോപ്പ്. ആ സോപ്പിന്റെ ഡെഫിനിഷനാണ് ഈ തന്നിരിക്കുന്നത്. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് ഏത്? സോപ്പ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും സോപ്പിൽ ഉപയോഗിക്കുന്ന രണ്ട് ആൽക്കലികളുണ്ട്. ഒന്നാമത്തെ ആൽക്കലിയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് കാസ്റ്റിക് സോഡ എന്നാണ്. കാസ്റ്റിക് സോഡ അല്ലെങ്കിൽ കോസ്റ്റിക് സോഡ എന്ന പേരിൽ അറിയപ്പെടും. വേറൊരാളുണ്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്ന പേരെന്താണ്? കോസ്റ്റിക് പൊട്ടാഷ് എന്നാണ്. കോസ്റ്റിക് പൊട്ടാഷ് ഓർത്ത് വെച്ചേക്കുക. കോസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നു. ഇതിൽ നമുക്കറിയാം എണ്ണയോ കൊഴുപ്പോ കോസ്റ്റിക് സോഡയുമായി ചേർത്ത് അല്ലെങ്കിൽ എണ്ണയോ കൊഴുപ്പോ കോസ്റ്റിക് പൊട്ടാഷുമായിട്ട് ചേർത്തിട്ടാണ് നമ്മൾ സോപ്പിനെ നിർമ്മിച്ചെടുക്കുക. ഇതിൽ നമ്മുടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നതാണ് ബാത്തിങ് സോപ്പ്. ബാത്തിങ് സോപ്പുകളിൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പുകളിൽ യൂസ് ചെയ്യുന്ന ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെയാണ്. ഇനി അലക്കുന്ന വാഷിംഗ് സോപ്പുകളിലൂടെ വാഷിംഗ് സോപ്പുകളിൽ യൂസ് ചെയ്യുന്ന ആരെയാണ്? കോസ്റ്റിക് സോഡയാണ്. ഓർത്ത് വെച്ചോണം, രണ്ടും തമ്മിൽ തെറ്റല്ല. അപ്പം എണ്ണയോ കൊഴുപ്പോ ഏതെങ്കിലും ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണമാണ് ഏത്? സോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അയിരുകളും ധാതുക്കളും എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. തോറിയത്തിന്റെ അയിര് ഏത് എന്നാണ് ചോദ്യം. തോറിയത്തിന്റെ അയിര് ഏത്? തോറിയം നമ്മുടെ കേരളത്തിന്റെ കടൽ തീരത്ത് കാണപ്പെടുന്ന ധാതുക്കളിൽ ഒന്നാണ് തോറിയത്തിന്റെ അയിര് എന്ന് പറയപ്പെടുന്നത് അല്ലേ? യെസ്. നമുക്ക് നോക്കാം ഓപ്ഷനിലുള്ള ആരൊക്കെയാണെന്ന്. മോണോസൈറ്റ്, ഗലീന, പിച്ച് ബ്ലെൻഡ്, പിന്നെ ആരുണ്ട്? ബോക്സൈറ്റ്. ഇത്രയും പേര് ഓപ്ഷനിലുണ്ട്. നമുക്ക് ആൻസറിലേക്ക് വരാം. തോറിയത്തിന്റെ അയിര് എന്ന് പറയപ്പെടുന്ന ഏതാണ്? മോണോസൈറ്റ് ആണ്. തോറിയത്തിന്റെ അയിര് ഏതാണ്? മോണോസൈറ്റ് ആണ്. നമുക്ക് കേരളത്തിന്റെ ധാതു സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് നോക്കാം. ലോകത്തെല്ലായിടത്തും ധാതുക്കളുടെ വിന്യാസം ഒരുപോലെയല്ല. നമുക്കറിയാം ലോകത്തെല്ലായിടത്തും ധാതുക്കളൊന്നും ഒരുപോലെയല്ല കാണപ്പെടുന്നത്. നമ്മുടെ കേരളം ചില പ്രത്യേക ധാതുക്കളുടെ സമ്പന്ന ശേഖരത്താൽ അനുഗ്രഹീതമാണ്. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ? തീർച്ചയായിട്ടും ചില പ്രത്യേക ധാതുക്കളുടെ എന്താണ് സമ്പന്നത നമ്മുടെ കേരളത്തിൽ കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടയാണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, റൂട്ടൈൽ തുടങ്ങിയ ധാതുക്കളുടെ കലവറ കേരളത്തിൻ്റെ തീരപ്രദേശ മണലുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ നിത്യജീവിതത്തിൽ വളരെയധികം ഉപയോഗമുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് കേട്ട് പരിചയമുണ്ടല്ലേ? ടൈറ്റാനിയം ഡയോക്സൈഡ് പെയിന്റ് ഒക്കെ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഉൽപ്പന്നത്തിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് നമുക്കറിയാം ഇൽമനൈറ്റ് എന്ന് പറയപ്പെടുന്നതാണ് കേട്ടോ. ഇൽമനൈറ്റ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഏത്? ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് ബ്രീഡർ റിയാക്ടറുകൾ, ഭയങ്കര ശക്തിയിൽ കറങ്ങുന്ന ബ്രീഡർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിന്റെ ഉറവിടം മോണോസൈറ്റ് എന്ന ധാതുവാണ്. കണ്ടോ? തോറിയത്തിന്റെ ഉറവിടം ഏതാണ്? മോണോസൈറ്റ് എന്ന് പറയപ്പെടുന്ന ധാതുവാണ്. അപ്പം തോറിയത്തിന്റെ അയിര് ഏതാണെന്നാണ് അല്ലെ ചോദ്യം വന്നത്. ഏതാണിത്? മോണോസൈറ്റ് ആണ്. ഇനി കുറച്ച് പേര് അവിടെ കിടക്കുന്നല്ലോ, അവരെ ഒന്ന് നമുക്ക് നോക്കിയാലോ. എസ്. ഗലീന. ഗലീന ഏത് മൂലകത്തിന്റെയാണ്? ലെഡിന്റെയാണ്. ലെഡിന്റെയാണ് ഏത്? ഗലീന എന്ന് പറയുന്നത്. പിച്ച് ബ്ലെൻഡ്. പിച്ച് ബ്ലെൻഡ് എന്തിൻ്റെയാണ്? യുറാനിയത്തിൻ്റെയാണ്. പിച്ച് ബ്ലെൻഡ് എന്തിൻ്റെയാണ്? യുറാനിയത്തിൻ്റെയാണ്. ബോക്സൈറ്റിൻ്റെ ഏതാണ്? ബോക്സൈറ്റിൻ്റെത് അലുമിനിയമാണ്. ബോക്സൈറ്റിൻ്റെ ഏതാണ്? അലുമിനിയമാണ്. ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ പിച്ച് ബ്ലെൻഡ് യുറാനിയത്തിൻ്റെയാണ്, ഗലീന ലെഡിൻ്റെയാണ്. ലെഡിൻ്റെ സിമ്പിൾ PB ആണ് കേട്ടോ. യുറാനിയം U ആണ്. ഓർത്ത് വെച്ചു. യുറാനിയത്തിൻ്റെ ഏതാണ്? U ആണ്. പിച്ച് ബ്ലെൻഡ് എന്നാണ് യുറാനിയത്തിൻ്റെ ധാതുവിൻ്റെ പേര് കേട്ടോ. ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാസ് നമ്പർ 2 ആയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? മാസ് നമ്പർ 2 ആയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ്. അപ്പോൾ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഓപ്ഷൻ വായിക്കാം. പ്രോട്ടിയം, ട്രിഷിയം, ഡ്യൂട്ടീരിയം ഇവയൊന്നുമല്ല. നമുക്കറിയാം ഹൈഡ്രജൻ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയുണ്ടെന്ന്. ഏതൊക്കെയുണ്ട്? പ്രോട്ടിയം ഉണ്ട്, ഡ്യൂട്ടീരിയം ഉണ്ട്, ട്രിഷിയം ഉണ്ട്. 3 പേരും ഓപ്ഷനിലും ഉണ്ട്. ഓക്കെ ആണ്. അപ്പോൾ മാസ് നമ്പർ 2 ആണ് നോക്കേണ്ടത്. നമുക്ക് പ്രോട്ടിയത്തെ ഒന്ന് എഴുതി നോക്കാം. പ്രോട്ടിയം H11 ആണ്. പ്രോട്ടിയം. ഇനി അടുത്ത ഏതാണ്? ഡ്യൂട്ടീരിയം. എന്താണ്? H12 ആണ്. ട്രിഷിയം എന്താണ്? H13 ആണ്. ഇതിൽ ചോദ്യം എന്താണ്? മാസ് നമ്പർ 2 വരണം. മാസ് നമ്പർ 2 വരുന്ന ആരാന്ന് നോക്കാം. മുകളിൽ എഴുതുന്നതാണ് ഇത് മാസ് നമ്പർ. മാസ് നമ്പർ 2 വന്ന ആളാരാണ്? ഇതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആരാണത്? ഡ്യൂട്ടീരിയം ആണ്. മാസ് നമ്പർ 2 വന്നിരിക്കുന്ന ആർക്കാണ്? ഡ്യൂട്ടീരിയത്തിനാണ്. തെറ്റിപ്പോവരുത് കേട്ടോ. മാസ് നമ്പർ 2 ഉള്ളത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളെ നമുക്ക് നോക്കാം. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ
പ്രധാനമായിട്ടും ദാണ്ടെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഓക്കെ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യമാണ്. അപ്പോൾ ദാണ്ടെ H11 പ്രോട്ടിയം, H12 ഡ്യൂട്ടീരിയം, H13 എന്താണ്? ട്രിഷ്യമാണ്. ഇനി ഇവിടെ നോക്കിയേ പ്രോട്ടിയം. പ്രോട്ടിയത്തിലെ നമുക്കറിയാം പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. പ്രോട്ടിയത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം 1 ആണ്. ഓക്കെ ആണ്. ഇനി ഇലക്ട്രോണുകളുടെ എണ്ണവും എന്ത് തന്നെയായിരിക്കും? അറ്റോമിക് നമ്പർ തന്നെയായിരിക്കും. ഇലക്ട്രോണുകളുടെ എണ്ണവും 1 എന്ന് കൊടുത്തു. ഇനി പ്രോട്ടിയത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. നമുക്കറിയാം അറ്റോമിക് നമ്പറും അതോടൊപ്പം തന്നെ എന്താണ് മാസ് നമ്പറും ഒന്നായിട്ടുള്ള ആൾ തന്നെയാണ് പ്രോട്ടിയം. അപ്പോൾ അറ്റോമിക് നമ്പറിൽ നിന്നും മാസ് നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രോണുകളുടെ എണ്ണം എവിടെ ഇല്ല? നമ്മുടെ പ്രോട്ടിയത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്ത് നോക്കുക. ഇനി അറ്റോമിക് നമ്പർ 1 ആണെന്നും മാസ് നമ്പർ 1 ആണെന്നുള്ള കാര്യം എഴുതി വെക്കുക. പ്രോട്ടിയത്തിൻ്റെ കാര്യം നമ്മൾ പൂർത്തീകരിച്ചു. ഡ്യൂട്ടീരിയം ഇതുപോലെ ഒന്ന് പറഞ്ഞു തന്നെ. ഡ്യൂട്ടീരിയം നോക്കിയേ H12 ആണ് ഡ്യൂട്ടീരിയം. H12 ആണ് ഡ്യൂട്ടീരിയം. ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന അറ്റോമിക് നമ്പറിൻ്റെ ഭാഗത്ത് 1 എന്ന് കൊടുത്തു. ഓക്കെ, അറ്റോമിക് നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആയിരിക്കും, പ്രോട്ടോണുകളുടെ എണ്ണവും 1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. മാസ് നമ്പർ നോക്കിയേ, മാസ് നമ്പർ 2. മാസ് നമ്പർ എത്രയാണ്? 2 എന്നാണ്. ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം, വേണ്ടായോ? യെസ്, മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പറായ 1നെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ന്യൂട്രോണുകളുടെ എണ്ണം 1 ആണ്. ഇനി ട്രിഷ്യോ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ട്രിഷ്യം എന്ന് പറയുമ്പോൾ എന്താണ്? H13. ഇതിൻ്റെ ഇവിടെ കാണാം, H13 എന്ന് പറയുന്നതാണ് ട്രിഷ്യം. അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ 1 തന്നെയാണ്. മാസ് നമ്പർ എത്രയാണ്? 3 ആണ്. ഓക്കെ, അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 3 ആണ്. അറ്റോമിക് നമ്പർ 1 ആണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്, പ്രോട്ടോണുകളുടെ എണ്ണം 1 ആണ്. ഇനി നമുക്ക് മാസ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? യെസ്, 3 - 1 ചെയ്ത് കഴിയുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോളം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, മറക്കല്ല. ഇലക്ട്രോണുകളെയും പ്രോട്ടിയത്തിൻ്റെയും ഡ്യൂട്ടീരിയത്തിൻ്റെയും ട്രിഷ്യത്തിൻ്റെയും ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം നിലവിൽ കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം രസതന്ത്രത്തിലെ നല്ലൊരു ചോദ്യങ്ങളിൽ ഒന്നാണ്. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ ആണ്. റേച്ചൽ കഴ്സൺ എന്ന സൈലന്റ് സ്പ്രിംഗ് അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് സൈലന്റ് സ്പ്രിംഗ്. അതിലെ ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് കെമിക്കലിനെ കുറിച്ചാണ് എന്നാണ് ചോദ്യം. DDT ഉണ്ട് ഓപ്ഷനിൽ, ഓസോൺ ശോഷണമുണ്ട് ഓപ്ഷനിൽ, ആഗോള താപനം, ഹരിതഗൃഹ പ്രഭാവം. എല്ലാവരെയും പരിചയമുണ്ട് അല്ലേ? കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് DDT അറിയാം, ഓസോൺ നാശനം അറിയാം, ആഗോള താപനം അറിയാം, ഹരിതഗൃഹ പ്രഭാവം അറിയാം. ഇതിൽ ഏത് വിഷയത്തെക്കുറിച്ചായിരിക്കും റേച്ചൽ കഴ്സൺ സംസാരിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും അത് DDTയെ പറ്റിയാണ്. DDTയുടെ ദോഷഫലങ്ങളെ കുറിച്ചാണ് റേച്ചൽ കഴ്സന്റെ നിശബ്ദ വസന്തം അല്ലെങ്കിൽ എന്താണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൈലന്റ് സ്പ്രിംഗ് രചിച്ച ആരാന്ന് ചോദിച്ചിട്ടുണ്ട്, നിശബ്ദ വസന്തം രചിച്ച ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? റേച്ചൽ കഴ്സൺ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന റേച്ചൽ കഴ്സന്റെ പുസ്തകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നിശബ്ദ വസന്തം. ഇത് ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ DDT എന്ന് പറയപ്പെടുന്നതിനെ കുറിച്ചാണ്, അതിൻ്റെ ദോഷവശങ്ങളെ കുറിച്ചാണ് നമ്മുടെ റേച്ചൽ കഴ്സന്റെ പുസ്തകത്തിൽ പറയുന്നത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ DDT ഒന്നാമത് തന്നെ കൊടുത്തിട്ടുണ്ട്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക എന്നാണ് 1962 പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം ലോക ശ്രദ്ധ നേടുകയുണ്ടായി. ഓക്കെയാണ്. ഇൻസെക്റ്റ് ബോംബ് എന്ന ഓമനപ്പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കലർത്തിയാണ് ഇൻസെക്റ്റ് ബോംബ്. കണ്ടോ, ഇൻസെക്റ്റ് ബോംബ് എന്ന ഓമനപ്പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കലർത്തി DDT കൃഷിയിടങ്ങളിൽ എന്ത് ചെയ്യുകയാണ്? സ്പ്രേ ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? സ്പ്രേ ചെയ്തതിലൂടെ ചെറു ജന്തുക്കളോടൊപ്പം പക്ഷികളും കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന കാര്യം കഴ്സൺ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൽ എന്ത് ചെയ്തു? ചൂണ്ടിക്കാട്ടി. ഓക്കെയാണ്. അപ്പോൾ പിൻകാലത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, മിക്ക കീടനാശിനികളും ക്യാൻസറിന് വഴിവെക്കുമെന്ന പഠന റിപ്പോർട്ടുകൾ വന്നിരുന്നു. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായത് ഈ പുസ്തകമാണ്. 62 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. 72 എന്ത് ചെയ്തു? അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായി.
ഒക്കെയാണ്. മാരക കീടനാശിനികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ വളരെയധികം പ്രസക്തമാണ്. നിങ്ങൾക്കിവിടെ റേച്ചൽ കാഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയപ്പെടുന്ന പുസ്തകം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടി ഈ ഭാഗത്ത് നിന്ന് ഓർത്ത് വെച്ചോണം. വർഷമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളുക. അമേരിക്കൻ ഗവേഷകയാണ്. അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിച്ചാൽ റേച്ചൽ കാഴ്സന്റെ ഏതാണ്? നിശബ്ദ വസന്തം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയപ്പെടുന്ന പുസ്തകമാണ്. ക്ലിയർ ആയില്ലേ? യെസ്. നമുക്ക് അവിടെ ഒരു ചോദ്യം കൂടി ഇല്ലായിരുന്നോ? ഉണ്ട്. എന്തായിരുന്നു? ആറ്റവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം. ഓക്കെ, PSയുടെ ഫേവറേറ്റ് ചോദ്യങ്ങളിൽ ഒന്നാണിത്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏത് എന്ന ചോദ്യം. നമുക്കറിയാം ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇവയൊന്നുമല്ല എന്നും കൊടുത്തിട്ടുണ്ട്. യെസ്, പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ പോസിറ്റീവ്. പിന്നെ ന്യൂട്രോൺ, ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണികയാണ് ന്യൂട്രോൺ. അപ്പോൾ ന്യൂട്രോൺ ന്യൂട്രൽ, ന്യൂട്രോൺ ന്യൂട്രൽ, ന്യൂട്രോൺ ന്യൂട്രൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നെഗറ്റീവ് ചാർജുള്ള കണം ഏതായിരിക്കും? ഇവയൊന്നും അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. നെഗറ്റീവ് ചാർജുള്ള കണിക ഇലക്ട്രോൺ ആണ്. നെഗറ്റീവ് ചാർജുള്ള കണിക ഏതാണ്? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിനെ കണ്ടെത്തിയാരാണ്? JJ തോംസൺ ആണ്. കാഥോഡ് റേ ട്യൂബ് പരീക്ഷണം വഴി നമ്മുടെ അല്ലെങ്കിൽ ഡിസ്ചാർജ് റേ ട്യൂബ് പരീക്ഷണം വഴി JJ തോംസൺ ആണ് ഇലക്ട്രോണിനെ കണ്ടെത്തിയത്. ഇലക്ട്രോണിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജ് ആണ്. ക്ലിയർ ആയില്ലേ? യെസ്, നെഗറ്റീവ് ചാർജ് ഉള്ള കണികയാണ് ഇലക്ട്രോൺ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? നിങ്ങൾ കണ്ടില്ല എന്നുകൊണ്ട് ഞാൻ വായിക്കുന്ന ശ്രദ്ധിച്ചേക്കുക. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? ഗ്രൂപ്പ് 16 ആണ് കേട്ടോ. 16ാമത്തെ ഗ്രൂപ്പിൽ എന്ത് കൂടിയെന്നാ ചോദിച്ചേ? ക്രിയാശീലത. ക്രിയാശീലത എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ടിവിറ്റി. റിയാക്ടിവിറ്റി കൂടിയ മൂലകം ഏതെന്നാണ് ചോദ്യം. 16ാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ ഓപ്ഷൻ ഒന്ന് വായിക്കാം. അപ്പോൾ ക്ലോറിൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, സൾഫർ. ഇതിൽ രണ്ടുപേരെ നമുക്ക് 16ാമത്തെ ഗ്രൂപ്പ് അല്ല എന്നും പറഞ്ഞ് ഒഴിവാക്കാൻ സാധിക്കും. ക്ലോറിൻ. ക്ലോറിൻ ഏതാണ്? ഹാലജൻ ഗ്രൂപ്പാണ്. 17ാമത്തെ ഗ്രൂപ്പാണ്. ഫ്ലൂറിൻ നമുക്കറിയാം ഹാലജൻ ഗ്രൂപ്പാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ ഓക്സിജനും സൾഫറുമാണ്. ഈ കൂട്ടത്തിലെ ക്രിയാശീലത ഏറ്റവും കൂടുതൽ ആർക്ക് തന്നെയാണ്? ഓക്സിജൻ ആണ്. ആർക്കാണ്? ഓക്സിജന്. റിയാക്ടിവിറ്റി, രാസപ്രവർത്തനത്തിൽ ശക്തമായിട്ട് ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അതാരാണ്? ഓക്സിജൻ ആണ്. ഓർത്ത് വെച്ചേക്കുക, 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്കെ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൾ ഗ്യാസ്. കോൾ ഗ്യാസ് എന്ന് വെച്ചാൽ കൽക്കരി വാതകമാണ്. കൽക്കരി വാതകം. അപ്പോൾ ഈ കൽക്കരി വാതകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരെയാണെന്നാണ് ചോദ്യം. കൽക്കരി വാതകം എന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും അതോടൊപ്പം മീഥൈനും കൂടി ചേരുന്നതാണ് ഏത്? കോൾ ഗ്യാസ് എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും മീഥൈനും. ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആള് മീഥൈൻ ആണ്. ആരാണ്? മീഥൈൻ ആണ്. അപ്പോൾ കോൾ ഗ്യാസ് ഒരു മിശ്രിതമാണ്, ഒരു ഫ്യൂവലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ അത് മീഥൈനെയാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ കിടപ്പുണ്ട്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏതാണ്? വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. അലക്കുന്ന സോപ്പ്, അതായത് വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന ആരെയാണെന്നാ പറഞ്ഞേ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരുന്നോ? പൊട്ടാസ്യം ക്ലോറൈഡ് ആയിരുന്നോ? സോഡിയം ക്ലോറൈഡ് ആയിരുന്നോ? സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരുന്നോ? യെസ്, വാഷിംഗ് സോപ്പിൽ എപ്പോഴും ആരാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. വാഷിംഗ് സോപ്പിൽ ആരാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. മറക്കല്ലേ, വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തമാണ് ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ്. നമുക്ക് നോക്കാം. നമുക്ക് ബേസുകളുടെ ഉപയോഗം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തേക്കൊന്ന് വരാം. അവിടെ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രധാനമായിട്ടും എന്ത് നിർമ്മിക്കാനാണ്? സോപ്പ് നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആരെ? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയപ്പെടുന്നത്. സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വാഷിംഗ് സോപ്പാണ്. ഓർത്ത് വെച്ചോളുക. പിന്നെ പേപ്പറുകൾ, റയോണുകൾ ഒക്കെ നിർമ്മിക്കാൻ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്
വ്യക്തമായി ശ്രദ്ധിക്കുക. സോഫ്റ്റ് സോപ്പ് നിർമ്മിക്കാൻ എന്ന് വെച്ചാൽ നമ്മുടെ ബാത്തിങ് സോപ്പ്, അതല്ലേ സോഫ്റ്റ് ആയിട്ടുള്ളത്, അതെ ബാത്തിങ് സോപ്പ്, സോഫ്റ്റ് സോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നത്. തമ്മിൽ തെറ്റല്ലേ? സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ, അതായത് വാഷിംഗ് സോപ്പ് എന്ന് PSC എടുത്ത് ചോദിക്കും. വാഷിംഗ് സോപ്പിന്റെ നിർമ്മാണത്തിന് സോഡിയം ഹൈഡ്രോക്സൈഡും, സോഫ്റ്റ് സോപ്പ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാത്തിങ് സോപ്പിന്റെ നിർമ്മാണത്തിൽ പ്രധാനമായിട്ടും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെയുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ബേസുകളാണ്. അതിൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും നമ്മൾ മരുന്നുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും അൻറ്റാസിഡുകളുടെ നിർമ്മാണത്തിൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും നമ്മൾ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് നമുക്കറിയാവുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഗ്ലാസ് നിർമ്മാണം, മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കൽ. ആ മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കൽ കുറേ തവണ PSC ചോദിച്ചാണ്. മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അമ്ലത കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആരെയാണെന്ന്? കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ്. ഓർത്ത് വെച്ചോളുക. അപ്പോൾ ഗ്ലാസിൻ്റെ നിർമ്മാണത്തിലും മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ബേസാണ് ഏത്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഈ ബേസുകളും അവയുടെ ഉപയോഗവും നിരന്തരം ചോദ്യം വരുന്ന മേഖലയാണ്. നന്നായിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ഏതാണ്? ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ഏതാണ്? നമുക്കറിയാം ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമാണ് ഏത്? ന്യൂക്ലിയസ്. ഓക്കെയാണ് ന്യൂക്ലിയസിൽ നമുക്ക് ആരെയൊക്കെ കാണാം? പ്രോട്ടോണിനെയും കാണാം, ന്യൂട്രോണിനെയും കാണാം. ഓക്കെ, ഈ ന്യൂക്ലിയസിനെ വലം വെച്ചുകൊണ്ട് ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റിൽ കൂടി സഞ്ചരിക്കുന്ന കണികയാണ് ഏത്? ഇലക്ട്രോൺ. ആരാണ്? ഇലക്ട്രോൺ. അപ്പൊ ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണികയുടെ പേരെന്താണ്? ഇലക്ട്രോൺ. ഓപ്ഷൻ വായിക്കേണ്ടി വരില്ല, നമുക്ക് ഡയറക്റ്റ് അറിയാം. ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണികയാണ് ഏത്? ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇത്രയും ഒരു ചിത്രം മനസ്സിലുണ്ടായാൽ മതി. ഇനി അടുത്തത്, ഇരുമ്പിന്റെ ധാതു ഏതാണ്? നിരവധി ധാതുക്കളുടെ പേരൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി ആൻസർ കൂടി, ഒരു ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട്. നോക്കാം. ഇൽമനൈറ്റ്, ഹേമറ്റൈറ്റ്, മാലക്കൈറ്റ്, എവറി എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോളാം. അപ്പോൾ താണ്ടെ ഇൽമനൈറ്റ് ഉണ്ട്, മാലക്കൈറ്റ് ഉണ്ട്, ഹേമറ്റൈറ്റ് ഉണ്ട്, എവറി എന്ന് പറയപ്പെടുന്ന ഒരു പേര് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതല്ല ഇരുമ്പിന്റെ ധാതു ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇരുമ്പിന്റെ ധാതു ഏതായി കൂട്ടത്തിൽ? ഹേമറ്റൈറ്റ് ആണ്. ഓക്കെ, ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. ഇൽമനൈറ്റ് എന്തിൻ്റെയാ? ടൈറ്റാനിയത്തിന്റെ ആണ്. മാലക്കൈറ്റ് എന്തിൻ്റെയാണ്? കോപ്പറിന്റെ ആണ്. കോപ്പറിന്റെ. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് ധാതുക്കളെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ബോക്സൈറ്റ് അതാണ് കണ്ടോ, ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ അയിരാണ് ഏത്? ബോക്സൈറ്റ്. കെമിക്കൽ ഫോർമുല Al2O3 2H2. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർത്തോചനം Al2O3 2H2 എന്ന് പറയപ്പെടുന്നതാണ് ബോക്സൈറ്റിന്റെ എന്ത്? രാസസൂത്രം എന്ന് പറയുന്നത്. ഇനി ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും കണ്ടോ, അയണിന്റെ അയിരുകളിലാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആയിട്ട് വരുന്നത്. അയണിന്റെ അയിരായിട്ടുള്ള ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe2O3 ആണ്. മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ Fe3O4 ആണ്. മാഗ്നറ്റൈറ്റ് Fe3O4 ആണ്. ഇനി കോപ്പറിലേക്ക് വരാം. കോപ്പർ പൈറൈറ്റിസ് ഉണ്ട്. കോപ്പർ പൈറൈറ്റിസ് സൾഫൈഡ് അയിരാണ് കോപ്പറിൻ്റെത്. CuFeS2 എന്ന് പറയപ്പെടുന്നതാണ് നമ്മുടെ കോപ്പർ പൈറൈറ്റിസ് എന്ന് പറയപ്പെടുന്ന അയിര്. കോപ്പറിന് മറ്റൊരു അയിര് കൂടിയുണ്ട്, കുപ്രൈറ്റ്. അത് ഓക്സൈഡ് അയിരാണ്. Cu2O എന്ന് പറയപ്പെടുന്നതാണ് കുപ്രൈറ്റിന്റെ രാസസൂത്രം. സിങ്ക് PSC ഏറ്റവും ഫേവറേറ്റുകളിൽ ഒന്നാണ്. സിങ്കിന്റെ പ്രധാനപ്പെട്ട അയിരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ്. സിങ്ക് ബ്ലെൻഡ് എന്ന് വെച്ചാൽ സൾഫൈഡ് അയിരാണ്, ZnS എന്ന് പറയും. കലാമിൻ കാർബണേറ്റ് ഓറാണ്, ZnCO3 എന്ന് പറയപ്പെടുന്നതാണ് നമ്മുടെ കലാമിൻ എന്ന് പറയപ്പെടുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് നമ്മുടെ ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇലക്ട്രോൺ ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റിൽ കൂടി എന്ത് ചെയ്യുന്നു? സഞ്ചരിക്കുന്നു. ഇടയ്ക്ക് നമുക്ക് ന്യൂക്ലിയസിനെ കാണാം. ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ 2 ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടത്. ഈ 2 ചോദ്യങ്ങൾ. 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് നല്ല ഒരു രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. രാസപ്രവർത്തനം ഇതാണ്. ലെസ്ലൈൻസ് പരീക്ഷണത്തിൽ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ഒരു പരീക്ഷണമാണ് കൊടുത്തേക്കുന്നത്. ലെസ്ലൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏത്? സാധിക്കാത്ത എന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണത്തിന്റെ പേരാണ് ലെസ്ലൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത മൂലകം ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ നൈട്രജൻ ഉണ്ട്,
ക്ലോറിൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, സൾഫർ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ആൻസറിലേക്ക് വരാം. ആൻസർ ഓക്സിജൻ ആണ്. ഓക്സിജനിലേക്ക് വരും മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ആരൊക്കെയാണ് ലെസ്ലേൻസ് ടെസ്റ്റ് വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, ലെസ്ലേൻസ് ടെസ്റ്റ് വഴി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് നൈട്രജന്റെ സാന്നിധ്യം സാധിക്കും. ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൽ നൈട്രജൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലെസ്ലേൻസ് ടെസ്റ്റ് വഴി തെളിയിക്കാൻ സാധിക്കും. അടുത്തതാണ് സൾഫർ. സൾഫറിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ ഹാലോജൻസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹാലോജൻസ് ഏതൊക്കെയാണ് പറഞ്ഞേ? ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, പിന്നെ ഏതാണ് ടെന്നിസിൻ. ഇത്രയും പേരും എന്താണ് നമ്മുടെ ഹാലോജൻസ് ആണ്. അപ്പോൾ ഈ ഹാലോജൻസിനെ നമുക്ക് ലെസ്ലൈൻസ് ടെസ്റ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ കൂട്ടത്തിൽ ആരുടെ സാന്നിധ്യമില്ല? ഓക്സിജന്റെ സാന്നിധ്യമില്ല. ഇനി ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. നമ്മുടെ ലെസ്ലൈൻസ് ടെസ്റ്റ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം നൈട്രജൻ പറ്റുമെന്ന് പഠിച്ചു, സൾഫർ പറ്റുമെന്ന് പഠിച്ചു, ദെൻ ഹാലോജൻസ് എല്ലാം പറ്റും. ഹാലോജൻസിനകത്ത് ആരും പറ്റും? ക്ലോറിനും പറ്റും. പക്ഷെ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓക്സിജൻ. ഓക്സിജൻ എന്ന് പറയപ്പെടുന്നത് നമുക്ക് ലെസ്ലൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു മൂലകം. ഓക്കെ, അപ്പോൾ നല്ല ഒരു ചോദ്യമാണിത്. നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഭാവിയുടെ ഇന്ധനം. അടുത്ത നല്ലൊരു ചോദ്യങ്ങളിലൊന്നാണ് ഭാവിയുടെ ഇന്ധനം ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വായിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ. ഓക്കെയാണ്. ഇന്ധനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ധനം അല്ല എന്ന് നമുക്കറിയാം. നൈട്രജൻ ടയറുകളിൽ നിറയ്ക്കപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഇത് ഓക്സിജൻ. എന്നാൽ ഹൈഡ്രജനോ? ഹൈഡ്രജൻ നല്ലൊരു ഇന്ധനമാണ് എന്ന് നമുക്കറിയാം. ഓക്കെയാണ്. ഹൈഡ്രജൻ ഏറ്റവും നല്ല കലോറിക മൂല്യമുള്ള ഇന്ധനങ്ങളിൽ ഒന്നാണ് ഇത് ഹൈഡ്രജൻ. നമുക്കറിയാം ഹൈഡ്രജന് നിലവിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്ഫോടനശേഷിയുള്ള ഒരു ഇന്ധനമാണ് ഏത് ഹൈഡ്രജൻ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ നമുക്ക് അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ്രജനെ ഇന്ധനമായിട്ട് യൂസ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനെ നമ്മൾ ഹരിത ഇന്ധനം എന്നാണ് അറിയപ്പെടുന്നത്, ഗ്രീൻ ഫ്യൂൽ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ വിളിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പൊല്യൂഷൻ വളരെയധികം കുറഞ്ഞ ഇന്ധനങ്ങളിൽ ഒന്നാണ് ഏത് ഹൈഡ്രജൻ. നമുക്കറിയാം നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളൊക്കെയും തീർന്നുകൊണ്ടേയിരിക്കുകയാണ്, പൊല്യൂഷൻ വളരെയധികം കൂടുതലാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭാവിയിലേക്ക് നമുക്ക് ആരെ സജസ്റ്റ് ചെയ്യാം? ഹൈഡ്രജനെ. അപ്പോൾ ഭാവിയിൽ നമ്മളൊക്കെയും ഹൈഡ്രജൻ എന്ന് പറയപ്പെടുന്ന ഇന്ധനത്തെ യൂസ് ചെയ്യും. അതുകൊണ്ട് ഭാവിയുടെ ഇന്ധനം അല്ലെങ്കിൽ ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ഹൈഡ്രജനാണ്. ഫ്യൂൽ ഓഫ് ഫ്യൂച്ചർ എന്നാണ് ആരെ അറിയപ്പെടുക? ഹൈഡ്രജനെ അറിയപ്പെടുക. അപ്പം ഭാവിയുടെ ഇന്ധനം ആരാണ്? ഹൈഡ്രജനാണ്. ഗ്രീൻ ഫ്യൂൽ എന്നറിയപ്പെടുന്നുണ്ട് ഹൈഡ്രജനെ. ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഡാഷ് പദാർത്ഥം ഉപയോഗിക്കുന്നു. ഹരിത രീതിയിലാണ് വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഈ കൂട്ടത്തിൽ ഏത് പദാർത്ഥമാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇവിടുന്ന് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ഓപ്ഷനിലെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളൂ. ഒന്നാമത്തെ ഓപ്ഷൻ ഹൈഡ്രജൻ പെറോക്സൈഡ്, രണ്ടാമത്തെ ഓപ്ഷൻ ബ്ലീച്ചിങ് പൗഡർ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ദ്രാവകം, പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുന്ന് നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ആ ബ്ലീച്ചിങ് പൗഡറും ഹൈഡ്രജൻ പെറോക്സൈഡും മാത്രമായിരിക്കും. ഇതിൽ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹരിത രീതിയിൽ നിന്ന് വസ്ത്രങ്ങൾ അലക്കുന്നതെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പദാർത്ഥമാണ് ഇത് ഹൈഡ്രജൻ പെറോക്സൈഡ്. എന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ അലക്കിയാൽ അവിടെ പൊല്യൂട്ട് ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഹരിത രീതിയിൽ വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയപ്പെടുന്നതാണ്. ഡയറക്റ്റ് ആൻസർ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ളതാണ്. രക്തത്തിൻ്റെ pH അല്പം ക്ഷാര സ്വഭാവം ഉള്ളതാണ്. രക്തത്തിൻ്റെ pH ഒരു അല്പം ബേസിക് നേച്ചർ ഉണ്ട് എന്ന് അതിൻ്റെ pH തിരിച്ചറിയുക. അപ്പോൾ രക്തത്തിൻ്റെ pH എത്ര എന്ന് ഡയറക്റ്റ് ചോദിച്ചിരിക്കുകയാണ്. പക്ഷേ എന്താണ് ഒന്ന് കുടുക്കി രക്തത്തിൻ്റെ pH അല്പം ക്ഷാര സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കുക എന്ത് ക്ഷാര എന്നുള്ള വേടൊക്കെ ചിന്തിക്കുക അല്ലേ? അപ്പോൾ അത്രയും ചിന്തിക്കേണ്ട ആൽക്കലി നേച്ചർ ഉണ്ട്, ആൽക്കലൈൻ നേച്ചർ ഉണ്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ രക്തത്തിൻ്റെ pH ഒക്കെ നമുക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. എത്രയാണ്? 7.4 ആണ്. രക്തത്തിൻ്റെ pH എത്രയാണ്? 7.4. മറ്റു ഓപ്ഷൻ ഒന്നും വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല. 7.4ലേക്ക് ഡയറക്റ്റ് വരണം. രക്തത്തിൻ്റെ pH ചോദിച്ചാൽ എത്രയാണ്? 7.4. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് pH പരിചയപ്പെട്ടാലോ? യെസ്, നോക്കാം. നല്ല കുറച്ച് പദാർത്ഥങ്ങളുടെ pH ആണ്.
ഇത് തന്നിരിക്കുന്നത് നമ്മുടെ +2 ടെസ്റ്റിൽ നിന്നുള്ളതാണ്. ഞാൻ വായിക്കാം, നിങ്ങൾക്ക് വേണ്ട എല്ലാം എഴുതിയെടുത്തോളുക. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് NaOH. NaOHന്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. ഇതൊരു അപ്രോക്സിമേറ്റ്ലി 15 വരും. അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് 0 to 14 വരെയല്ലേ ഉള്ളൂ pH സ്കെയിലിൽ, പിന്നെ എന്തുകൊണ്ടാണ് 15 കഴിഞ്ഞും വീഴുന്നതുകൊണ്ടാണ് അപ്രോക്സിമേറ്റ്ലി 15 എന്ന് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 0.1 മോളാർ NaOH സൊല്യൂഷൻ. 0.1 മോളാർ NaOH സൊല്യൂഷനിൽ എത്രയാണ്? 13 ആണ് pH വരുന്നത്. ഇനി അടുത്ത ലൈം വാട്ടർ. എന്താ ലൈം വാട്ടർ? അതെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വിളിക്കുന്ന നമ്മുടെ ലൈം വാട്ടർ ആണ്, ചുണ്ണാമ്പ് വെള്ളമാണ്. അതിന് 10.5 ആണ് pH വാല്യൂ വരുന്നത്, 10.5. അടുത്ത മിൽക്ക് ഓഫ് മാഗ്നീഷ്യ. മിൽക്ക് ഓഫ് മാഗ്നീഷ്യ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അതിൻ്റെ pH വാല്യൂ 10 ആണ്. pH വാല്യൂ എത്രയാണ്? 10 ആണ്. അടുത്തത് എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ കടൽ വെള്ളം, സീ വാട്ടർ. ഇതിൻ്റെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സീ വാട്ടർ കറക്റ്റ് 8 തന്നെ പഠിച്ചോണം. സീ വാട്ടറിൻ്റെ എത്രയാണ്? 8 ആണ്. എഗ് വൈറ്റ് ആണെങ്കിൽ 7.8 ആണ്. 7.8 ആണ്. അടുത്ത മനുഷ്യൻ്റെ രക്തം കണ്ടോ, ഹ്യൂമൻ ബ്ലഡ് കൊടുത്തേക്കുന്നത് അത് 7.4 ആണ്. എത്രയാണ്? 7.4 ആണ്. അടുത്ത പാലിൻ്റെ 6.8 ആണ്. പഠിച്ചോണേ, പാലിൻ്റെ എത്രയാണ്? 6.8 ആണ്. മറക്കല്ലേ, 6.8 ആണ്. ബ്ലഡിൻ്റെ 7.4 ആണ്. എഗ് വൈറ്റ് 7.8 ആണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എത്രയാണ്? 10 ആണ്. പിന്നെ ലൈം വാട്ടർ 10.5 ആണ്. പിന്നെ 0.1 മോളാർ NaOH സൊല്യൂഷൻ 13 ആണ്. അതുപോലെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് NaOH അപ്രോക്സിമേറ്റ്ലി 15 ആണ്. മറക്കാൻ പാടില്ല. ഇനി ഹ്യൂമൻ സലൈവ ആണെങ്കിൽ എത്രയാണ്? 6.4 ആണ്. ഓർത്ത് വെച്ചേക്കുക, 6.4 ആണ്. ഇനി അടുത്തയാണെങ്കിൽ കോഫി, അതായത് നമ്മുടെ കാപ്പിയുടെ എത്രയാണ്? 5 ആണ്. പിന്നെ തക്കാളി നീരിൻ്റെ എത്രയാണ്? 4.2 ആണ്. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, വിനാഗിരിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 3 എന്നാണ് ടെക്സ്റ്റ്. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളുക. ലൈം ജ്യൂസ്, നാരങ്ങ നീര് 2.2 എന്നോ 2.4 വരെയുള്ള ഏത് വാല്യൂസ് കണ്ടാലും ശരിയാണ്. ഇനി അടുത്ത ഗ്യാസ്ട്രിക് ജ്യൂസ്, ആമാശയത്തിലെ ദഹനത്തിന് സഹായിക്കുന്നത് 1.2 ആണ് അതിൻ്റെ pH വാല്യൂ ഉള്ളത്. ഗ്യാസ്ട്രിക് ജ്യൂസ്, ആമാശയ രസം. പിന്നെ എന്താണ് 1 മോളാർ HCl സൊല്യൂഷൻ ആണെങ്കിൽ 0 ആണ് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി 0 ആണ് വരുന്നത്. കോൺസെൻട്രേറ്റഡ് HCl സൊല്യൂഷൻ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 1 ആണ് വരുന്നത് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക. ഇതാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന pH വാല്യൂസ്. ഇതെല്ലാം നല്ല രീതിയിൽ എന്ത് ചെയ്തിരിക്കുക? പഠിച്ചു വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. താങ്ക് യു ഓൾ.